ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഭരണത്തിൻ്റെ തുടർച്ചയിൽ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുന്നുവെന്ന ഗുരുതര ആക്ഷേപം നിരന്തരം കേൾക്കുന്ന കൂട്ടരാണ് മോദി ഭരണകൂടം. ജനാധിപത്യത്തെ തകർക്കും വിധം വോട്ടവകാശം നിഷേധിക്കുന്ന ബീഹാർ മോഡലിനും വോട്ടർ പട്ടികയിലെ വ്യാപക ക്രമക്കേടിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദി സർക്കാരും BJPയും ഉത്തരവാദികളായ രാജ്യ സാഹചര്യമാണിന്ന്. അതിൽ BJP ജയിച്ച തൃശ്ശൂരുമുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. ഒന്നും മിണ്ടാതെ നടപ്പാണ് സുരേഷ് ഗോപി. വ്യാജരേഖ ചമച്ചത് അടക്കമുള്ള കാര്യങ്ങൾ തൃശ്ശൂർ ACP അന്വേഷിക്കും. സുരേഷ് ഗോപിയുടെ അനിയനും ഭാര്യയ്ക്കും കൊല്ലത്തും തൃശ്ശൂരിലും വോട്ട്. ഇരട്ട വോട്ടുകൾ ചേർത്ത് RSS നേതാവും കുടുംബവും, സുരേഷ് ഗോപിയുടെ ഡ്രൈവറും BJP നേതാക്കളുമൊക്കെ ഈ പട്ടികയിലുണ്ട്. തൃശ്ശൂർ കട്ടെടുത്തതാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, ജിതിൻ ദേവ് BJP, M ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ. ഞാൻ ആദ്യം BJP പ്രതിനിധി ജിതിനിലേക്ക്. ജിതിൻ, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്, പരാതി വന്നിരിക്കുന്നു, അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ BJPയെ പ്രതിക്കൂട്ടിലാക്കുന്ന, കേന്ദ്ര സഹമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കും വിധം വെളിവായി നിൽക്കുകയാണ്. തൃശ്ശൂരിലെ ഈ വിജയത്തിന് പിന്നിലെ കള്ളക്കളികളുമായി ബന്ധപ്പെട്ട്, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്. ഏത് അന്വേഷണവും വേണമെങ്കിലും ഏത് പരാതി വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. തെറ്റ് ചെയ്തവരെ, ഉപ്പ് തിന്നവരെ വെള്ളം കുടിക്കുള്ളൂ. യാതൊരു തരത്തിലുള്ള ക്രമക്കേടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ രാജ്യത്തെ ജനപ്രാതിനിധ്യ നിയമം അനുവദിക്കുന്ന തരത്തിൽ മാത്രമാണ് ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത്. ഈ വോട്ടർ പട്ടികയുടെ കരട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും കൊടുത്തിട്ടുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികളുടെയും BLAമാർ ഇത് പരിശോധിച്ചതാണ്. അതിനുശേഷം ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ആരോപണം ഇന്ന് ഇലക്ഷനും തോറ്റ് പൊട്ടയിട്ടതിന് ശേഷം ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് വെറും ബാലിശമാണ്. ഇങ്ങനെ BJP നേടിയ, ശ്രീ സുരേഷ് ഗോപി നേടിയ തിളക്കമാർന്ന വിജയത്തെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തിക്കാട്ടാമെന്ന് ചിന്തിച്ചാൽ അത് ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുകയുള്ളൂ. തൃശ്ശൂർ, നിങ്ങളുടെ ഈ ക്യാപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നത് തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങളെയും, മുഴുവൻ വോട്ടർമാരെയും കള്ള വോട്ടർമാരെന്ന് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിയായ പ്രവണതയല്ല. നിങ്ങൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന സുരേഷ് ഗോപിയുടെ അനിയൻ, അദ്ദേഹം 2 സ്ഥലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇവിടെ ഇരട്ട വോട്ടുള്ള എത്രയോ പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു, രമേശ് ചെന്നിത്തലയുടെ അമ്മ ദേവകി അമ്മയ്ക്ക് ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിലും അതേപോലെ തന്നെ ചെന്നിത്തല പഞ്ചായത്തിലും വോട്ടുണ്ടെന്ന് വരുന്നു. എൽദോസ് കുന്നപ്പള്ളിക്ക് 2 സ്ഥലങ്ങളിൽ വോട്ടുണ്ടെന്ന് വരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 3 സ്ഥലങ്ങളിൽ വോട്ടുണ്ടെന്ന് വരുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്റെ തൊട്ടടുത്ത പഞ്ചായത്തായ ദേവികുളങ്ങര പഞ്ചായത്തിലെ CPMന്റെ ഒരു മെമ്പർ, ഒരു വനിതാ മെമ്പറായിട്ട്, ഞാൻ അവരുടെ പേര് ഞാൻ പരസ്യമായി പറയുന്നില്ല, അവർക്ക് ദേവികുളങ്ങര പഞ്ചായത്തിൽ നിന്ന് മെമ്പറായിട്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ കുലശേഖരപുരം പഞ്ചായത്തിലെ 21ാം വാർഡിൽ വോട്ടുണ്ട്. എങ്ങനെ ഇത്തരത്തിൽ വോട്ടുകൾ വരുന്നു? അപ്പൊ ഇതൊക്കെ പരിശോധിക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതും അതാത് കൺസേൺഡ് EROമാരാണ്. എത്രയോ തവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, എത്രയോ റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഫൈനൽ വോട്ടർ പട്ടികയെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ പരിശോധിക്കേണ്ടത്, ആ പരിശോധന നടത്തേണ്ടതെല്ലാം അതിന്റെ പൂർണ്ണമായ കസ്റ്റോഡിയൻ ആ പറഞ്ഞ ERO ആണെന്ന്. അതിനകത്ത് സ്ഥാനാർത്ഥിയെ യാതൊരു തരത്തിലും ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളേ ഇല്ല. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? കേരളത്തിൽ ഇന്ന് ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടാൻ സാധിക്കുന്ന ഏക രാഷ്ട്രീയ നേതാവ് ശ്രീ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ എങ്കിൽ പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് ജിതിൻ പറയുന്നത് പോലെ തന്റെ ഇടത്തോടെ ജനങ്ങളോട് വിശദീകരിക്കുന്നില്ല? ജിതിൻ BJPയുടെ പ്രതിനിധിയായി ചർച്ചയിൽ വന്നിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് V മുരളീധരൻ പറഞ്ഞു, ശരി, ഇനി ഇതിൽ 9, 10, 11 കള്ളയോട്ടാണെങ്കിലും എന്ന മട്ടിൽ നിങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുകയാണ്. ഇതിനകത്ത് ആക്ഷേപിച്ചാലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം ഉണ്ടല്ലോ എന്ന മട്ടിലാണ് നിങ്ങളുടെ പാർട്ടി പോലും ഇതിനെ കാണുന്നത്. ഇന്ന് എന്തേ ആ കേന്ദ്ര സഹമന്ത്രി ഈ വിവരങ്ങൾ ജനങ്ങളോട് പറയാൻ ഭയക്കുന്നു? സുരേഷ് ഗോപി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്, പാർട്ടിയുടെ
ഇന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്, പാർട്ടിയുടെ മുതിർന്ന നേതാവ് ശ്രീ വി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടു. ഇന്ന് പറഞ്ഞതിലെ ഒരു രസകരമായ ഭാഗം ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിളിക്കുന്ന എല്ലാ ചാനലുകളായ സുരേഷ് ഗോപി എവിടെ? കേന്ദ്ര സഹമന്ത്രി എവിടെ? അദ്ദേഹത്തിന്റെ ജയത്തെയാണ് സംശയിക്കും വിധത്തിലേക്ക് തെളിവുകൾ പുറത്തു വരുന്നത്. ഈ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തെല്ലാം തരത്തിലുള്ള ജോലികൾ അറിയാമേത്താണല്ലോ. അദ്ദേഹത്തിന്റെ ജയത്തെ ചോദ്യം ചെയ്യുന്ന, അതിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്ത് ആരോടാണ് ഇതിനി പറയുന്നത്? ഇതാരോടാണ് ഈ പറയുന്നത്? ഇതേ കേന്ദ്ര സഹമന്ത്രിയെ, ഇതേ സുരേഷ് ഗോപിയെ സ്ഥാനത്തും അസ്ഥാനത്തും എന്തെല്ലാം പറയുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. ഇല്ലേ? ഇതിന് സമാധാനം പറയാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട്. പ്രതികരിക്കാനിരിക്കല്ല ആ പറഞ്ഞ പ്രയോഗം, ആ പറഞ്ഞ രീതി അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നമ്മളും കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് ഉയർന്ന ചോദ്യത്തിന് ഏതെങ്കിലും നിയമപ്രകാരം, ശരി, ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപ്രകാരം ഈ നിങ്ങൾ ആരോപിക്കുന്ന തൃശ്ശൂരിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കത്തക്ക ഏതെങ്കിലും നിയമം ഈ രാജ്യത്തുണ്ടോ? ശരി, നേരത്തെ പറഞ്ഞതുപോലെ ജിതിൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്ക് വന്നു. മടങ്ങി വരാം. അവിടെയാണ് അന്വേഷണം. അടുത്ത റൗണ്ട്. അതായത് ഇതിൽ അന്വേഷണം നേരിടേണ്ട അവസ്ഥയിലേക്ക് കേന്ദ്ര സഹമന്ത്രി എത്തിയിരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പോലും അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട അന്ന് ഏതാണ്ട് ആ കാലത്ത് ആ പരിസരത്ത് എവിടെയോ വെച്ച് അദ്ദേഹം മൗനത്തിലേക്ക് പോയതാണ്. മാധ്യമങ്ങളോട് മിണ്ടാറില്ല, അല്ലെങ്കിൽ ഇതേക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. സുരേഷ് ഗോപി എവിടെയാണ്, ആ നടൻ എവിടെയെന്ന് ചോദിക്കുന്ന നിലയിലേക്ക് വരെ പോയി. ഇപ്പോൾ അദ്ദേഹത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറിയിട്ടും സുരേഷ് ഗോപി ദില്ലിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ഇന്ന് കണ്ടിട്ടും കൂടെ നടന്നിട്ടും ചോദിച്ചിട്ടും അദ്ദേഹം ഒരക്ഷരം മിണ്ടാതെ പോവുകയായിരുന്നു. ഞാൻ അരുൺകുമാറിലേക്കാണ്. അരുൺകുമാർ, അത് പറയുമ്പോൾ ബി ജെ പിക്ക് മുന്നോട്ട് വെക്കാവുന്ന ഒരു വാദമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, ഇരട്ട വോട്ട് മുമ്പ് ഉണ്ടായിട്ടില്ലേ? അത് പരസ്പരം ചലഞ്ച് ചെയ്തിട്ടില്ലേ? അതിനപ്പുറം എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടോ? കാരണം അങ്ങനെയാണെങ്കിൽ പരാതി കൊടുക്കാമായിരുന്നില്ലേ? പരാതി കൊടുത്തോ? പരാതി കൊടുക്കാതെ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വിവരങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണോ രാഷ്ട്രീയ പാർട്ടികൾ? ഈ BJP വാദത്തിന് എന്താണ് താങ്കളുടെ മറുപടി? രണ്ടാമത്തെ കാര്യം, അവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന് സംശയിക്കത്തക്ക വിധത്തിലേക്ക് വളരെ ഗൗരവതരമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ? ഉദാഹരണ സഹിതം പറയാമോ? വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇത്തരത്തിൽ കള്ളവോട്ട് ാണ്, അതുപോലെ ഇരട്ട വോട്ടിന്റെ പിൻബലത്തിലാണ്, അനധികൃതമായി വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർത്തിട്ടാണ് എന്ന് തെളിയിക്കുന്ന നിരവധി വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പല മണ്ഡലങ്ങളിലെയും, ദേശീയ തലത്തിൽ പല മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെ തുടർന്ന് ചില കണക്കുകളും ഡേറ്റകളും പുറത്തു കൊണ്ടുവന്നു. അത് പുറത്തു വന്നതിന് ശേഷം തന്നെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധന മറ്റെല്ലാ മണ്ഡലങ്ങളിലും നടക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറയുന്നത് ഇത് പലരും ചെയ്യുന്നുണ്ടല്ലോ, പലരും ഇരട്ട വോട്ടുണ്ടല്ലോ എന്ന രൂപത്തിൽ തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇപ്പോൾ വിവാഹം കഴിച്ച് വിടുന്നു, അവരുടെ വോട്ട് സ്വന്തം ജനിച്ച നാട്ടിലുണ്ടാകും, പിന്നെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ചേർക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ യാദർച്ഛികമായിട്ട് വരുന്ന ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവമായി ഈ വിഷയത്തെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഒരു പ്രസന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ പറയുന്നു തങ്ങളുടെ ഫ്ലാറ്റിൽ തനിക്ക് ആ ഫ്ലാറ്റിൽ ഒരു വോട്ട് മാത്രമാണ് ഉള്ളത്, ഒരു വോട്ടറാണ് ഉള്ളത്, പക്ഷെ 9 വോട്ട് ചേർത്തിരിക്കുന്നു. ആ 9 വോട്ട് ചേർത്തിരിക്കുന്ന വസ്തുത മനസ്സിലായപ്പോൾ ഞാൻ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ ശ്രീ സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ പേരിൽ, അതുപോലെ അനിയന്റെ പേരിൽ ഒക്കെ, മറ്റ് ബന്ധുക്കളുടെ പേരിലെല്ലാം ഇത്തരത്തിൽ വോട്ട് ചേർക്കുന്ന തെളിവുകൾ കൃത്യമായി പുറത്തു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം വരുമ്പോൾ ഗൗരവമായി ആ വിഷയത്തെ കാണാതെ അവിടെയും ഇവിടെയും ഇരട്ടയോട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ BJPയുടെ നേതാക്കന്മാർ നടത്തുന്ന ശ്രമം അത് ജനങ്ങൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുന്നുണ്ട്. ബഹുമാനപ്പെട്ട വി മുരളീധരൻ എന്ന് പറഞ്ഞത് 10-11 കള്ളവോട്ടാണെങ്കിൽ എന്താ ഭൂരിപക്ഷം കിട്ടിയത് ഇത്രയല്ലേ എന്നതാണ്. ഒരു വോട്ട് കള്ളവോട്ടാണെങ്കിൽ തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുക. ഇപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നിരുന്നാൽ പോലും കൃത്യമായി ഭരണഘടനാ കോടതികൾക്ക് ഇടപെടാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യുകയും ജനാധിപത്യത്തെ തകർത്ത വിഷയത്തിൽ പോലീസിന് തന്നെ ഇടപെട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉള്ള വകുപ്പുകളും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഗൗരവമില്ല എന്ന് സൂചിപ്പിച്ചിട്ട് കാര്യമില്ല. രാജ്യത്താകമാനം തെരഞ്ഞെടുപ്പിൽ 3ാം ഘട്ടം BJP ജയിക്കാൻ വേണ്ടിയിട്ട് അനുവർത്തിച്ച ആ നയം തന്നെ
കേരളത്തിലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഒരു നിമിഷം അരുൺകുമാർ, അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞാൽ സാധാരണ ഇതൊക്കെ ചലഞ്ച് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കേസുകളിലൂടെയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തെ ചോദ്യം ചെയ്തു പോകുന്ന എതിർ സ്ഥാനാർത്ഥികൾ കൊടുക്കുന്ന ഹർജികളിലൂടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിൽ ഇതിപ്പോൾ കരട് പട്ടിക വന്നതിന് ശേഷം അന്തിമ പട്ടിക വന്നതിനാൽ ഇടപെടാൻ കഴിയില്ല എന്ന നിലയിൽ വരണാധികാരി ഒരു നിലപാട് ചട്ടം ഉയർത്തിപ്പിടിച്ച് തന്നെയാകാം. പക്ഷേ UDFും LDFും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ പരാതികൾ കൊടുത്തിരുന്നു. അത്തരം ചില സംശയങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കേസുകൾ പോയിട്ടില്ല. ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പോലീസ് അന്വേഷണത്തിലൂടെ ഇപ്പോൾ തന്നെ നിരവധിയായ വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ഈ ബന്ധുക്കളും ആശ്രിതരും പാർട്ടി നേതാക്കളും ഒക്കെ തന്നെ ഇതുപോലെ മറ്റ് ജില്ലകളിൽ നിന്ന് താൽക്കാലികമായി 6 മാസമായി അവിടെ സ്ഥിരതാമസക്കാരാണ് എന്ന നിലയിലുള്ള ഒരു നറേഷൻ ഉണ്ടാക്കി അവിടെ വോട്ടവകാശം തരപ്പെടുത്തി. ഇത് അന്വേഷണത്തിലൂടെ, ഇപ്പോൾ പോലീസ് അന്വേഷണത്തിലൂടെ തിരിച്ചറിയുന്ന സാഹചര്യം വന്നാൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കേസായി ഇത് മാറുക? എങ്ങനെ ആ നിലയിൽ അത് കൂടുതൽ ഫലപ്രദമായി നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അതിനൊരു നിയമവശം എങ്ങനെയാണ്? ഇപ്പോൾ ഇതിൽ നിരവധി ഉദാഹരണങ്ങളും തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ BJPയുടെ തന്നെ ഒരു നേതാവാണ് ശ്രീ V മുരളീധരൻ. അദ്ദേഹം മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള ആളാണ്. മലപ്പുറത്താണ് അദ്ദേഹത്തിന്റെ വോട്ട്. പക്ഷെ അദ്ദേഹവും കുടുംബവും ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആധികാരികമായി വരുന്ന വിവരങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ വി ഉണ്ണികൃഷ്ണൻ, അപ്പോൾ അതുപോലെ ആധികാരികമായിട്ടുള്ള വരുന്ന വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കുമ്പോൾ ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു 2-3 വർഷം മുമ്പേ എടുത്ത തീരുമാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള എക്സിക്യൂഷനാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും CPMൻ്റെ നേതാക്കന്മാരും CPIയുടെ നേതാക്കന്മാരും എല്ലാം ഈ വിഷയത്തിൽ LDF എന്ന രൂപത്തിലും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കിട്ടുമ്പോൾ അത് ബന്ധപ്പെട്ട തഹസിൽദാർക്ക് അയക്കുന്നു, നടപടി പ്രോസസ്സിലാണെന്നൊക്കെ ആദ്യം പറഞ്ഞു. അവസാനം അന്തിമ പട്ടിക വന്നിരിക്കുന്നു, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. പക്ഷേ ഒരു ഇലക്ഷൻ ഭരണാധികാരിക്ക് ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പരാതി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ 2 മണ്ഡലങ്ങളിലുള്ള വോട്ടിൽ ഒരെണ്ണം മാത്രമേ കാസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ BLOൻ്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച്, ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറും തഹസിൽദാരുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച് ഈ ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് ഇദ്ദേഹം 6 മാസത്തിലധികമായിട്ട് അവിടെ ഉണ്ടോ എന്നതിനെക്കുറിച്ച് ആധികാരികമായിട്ട് വിവരങ്ങൾ ശേഖരിക്കാം. ഇപ്പോൾ ഒരു സ്ഥലമുണ്ട്, ഒരു വീടുണ്ട് എന്ന് വച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൻ്റെ സെക്ഷൻ 20 വ്യക്തമാക്കുന്നത്. സെക്ഷൻ 19 വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 18 വയസ്സ് പറയുന്നു. സെക്ഷൻ 20യുടെ ഓരോ പ്രൊവൈസോയിലും കൃത്യമായി തന്നെ ആ സാഹചര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ പെർമനന്റ് റെസിഡന്റ് ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അത് BLOമാർ അത് ആധികാരികമായിട്ടുള്ള രേഖയാണെന്ന് കണ്ടെത്തണം. അതുപോലെ എന്തെങ്കിലും സംശയം വന്നാൽ കൃത്യമായിട്ട് പരിശോധിച്ച് നിയമപരമായിട്ട് ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാത്ത തരത്തിൽ ഏകപക്ഷീയമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർ ആ സ്വാധീനത്തിൽപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ കേസ് എന്ന രൂപത്തിൽ 45 ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ട കേസ് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അതിൻ്റെ പീരീഡ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ CCTV ദൃശ്യങ്ങളും മറ്റു രേഖകളും എല്ലാം ഒരു ഇലക്ഷൻ കേസ് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ആ ഇലക്ഷൻ കേസ് പരിഗണിച്ച് കഴിയുന്നത് വരെയും സുപ്രീം കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ തീരുന്നത് വരെയും അത് സൂക്ഷിക്കണം. ബന്ധപ്പെട്ട രേഖകളെല്ലാം സൂക്ഷിക്കണം, വീഡിയോകൾ സൂക്ഷിക്കണം. പക്ഷേ ഇതൊരു ഇലക്ഷൻ കേസായിട്ട് മാറിയിട്ടില്ല എന്നതുകൊണ്ട് അത്തരത്തിലുള്ള രേഖകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും അത് റിട്രൈവ് ചെയ്തെടുക്കാനുള്ള സാഹചര്യം നോക്കണം. പക്ഷേ ഇരട്ടയോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സാഹചര്യത്തിലുമെല്ലാം ഹൈക്കോടതിക്ക് നേരിട്ട് ഇടപെടാം, ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനായിട്ട് പോകാം. അതുപോലെ പോലീസിൽ പരാതി കൊടുക്കുന്ന കേസ് പോലീസിന് രജിസ്റ്റർ ചെയ്ത് അത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അതിൻ്റെ FIR കൊടുക്കാം. അത് ക്രിമിനൽ കേസ് എന്ന രൂപത്തിൽ തന്നെ മജിസ്ട്രേറ്റിന് അതിൻ്റെ പ്രൊസീഡിങ്സ് നടത്താം. അതുപോലെ ആരൊക്കെയാണ് കള്ളവോട്ട് ചെയ്തിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ഈ വോട്ടർ പട്ടിക ഓൺലൈനായിട്ടുള്ളതും വോട്ട് ചെയ്തതിൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൃത്യമായി ബൂത്ത് ഏജന്റുമാർ ഓരോ വ്യക്തി വോട്ട് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കണക്ക് കൂട്ടിയിട്ടാണല്ലോ ഇലക്ഷൻ്റെ ഇത്ര പേർ വോട്ട് ചെയ്തു, ഇത്ര പേർ പെൻഡിങ് ആണ് എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. അത് വരും ദിവസങ്ങളിൽ വരും. നിയമപരമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഒരു ഇലക്ഷൻ കേസ് എന്ന രൂപത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ റദ്ദ് ചെയ്യുന്ന തരത്തിലോ അസാധുവായി പ്രഖ്യാപിക്കുന്ന തരത്തിലോ ഉള്ള ഒരു പ്രൊസീഡിങ്സ് ഇലക്ഷൻ കേസിൻ്റെ രൂപത്തിൽ മാത്രമേ നടക്കാത്തുള്ളൂ. ബാക്കി കോടതിക്ക് ഇടപെടുന്നതിന് ഒരു നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ നിരവധി അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം ഇപ്പോൾ നടക്കുന്നു, പോലീസ് സ്റ്റേഷൻ നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇപ്പോൾ തൃശ്ശൂർ ACP അന്വേഷിക്കാൻ പോവുകയാണ്. കാരണം അങ്ങനെ അന്വേഷിക്കാൻ കഴിയുന്നത് തന്നെ ആ നിലയിൽ പരിശോധിക്കാൻ കഴിയുന്ന നിയമപരമായ അവകാശം അല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ.
അല്ല അത്തരം പ്രൊസീഡിങ്സ്, ക്രിമിനൽ പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് കരുതേണ്ടത് അല്ലേ? അതെ അതെ, പൂർണ്ണമായും പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഈ ജനാധിപത്യത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെ ഈ 5 വർഷം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പാണ്, നിയമസഭയായാലും ലോകസഭയായാലും. അത് അട്ടിമറിക്കാൻ കരുതിക്കൂട്ടി ശ്രമിക്കുക, അത്തരത്തിലുള്ള അട്ടിമറിയിലൂടെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഒറ്റ മിനിറ്റ് ഇത്തരത്തിൽ ചേർക്കപ്പെട്ട വോട്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം, അവരവരുടെ വീട്ടിൽ ജന്മസ്ഥലത്തേക്ക് ഇത്തരത്തിൽ ഇല്ലീഗലായിട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർക്കപ്പെട്ടവരെല്ലാം അവരവരുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് വരും ദിവസങ്ങളിൽ തന്നെ ഏറ്റവും ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ്. ഇന്ന് രാവിലെ കൈരളി ന്യൂസ് കൊണ്ടുവന്നൊരു വാർത്തയാണ്, ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തിരുവനന്തപുരത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ വോട്ട് ചെയ്തത് തൃശ്ശൂരിൽ. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വോട്ട് മാറുന്ന സാഹചര്യമുണ്ട്. ഇത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ സഹോദരൻ്റെയും ഭാര്യയുടെയും ഒക്കെ സാഹചര്യം വന്നിട്ടുള്ളത്. നേരത്തെ ഈ പറഞ്ഞ പ്രസന്ന അശോക് എന്ന പരാതിക്കാരി മുമ്പ് തന്നെ ഈ പരാതി ചൂണ്ടിക്കാട്ടിയിരുന്നാണ് അരുൺ പറഞ്ഞതുപോലെ. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിൽ 4C എന്ന് പറയുന്ന ആ ഫ്ലാറ്റിൽ 9 വോട്ടാണ് അനധികൃതമായി ചേർത്തിട്ടുള്ളത് എന്നുള്ള ഒരു പരാതി അവർ തന്നെ ഉന്നയിച്ചാണ്. ഭരണാധികാരി പക്ഷേ അന്നത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്ന, പരാതിയിൽ അനങ്ങിയില്ല എന്ന് പറയുന്ന ഒരു വശം അവിടെ നിൽക്കുകയാണ്. ഇതെല്ലാമാണ് ഇതിൽ വരുന്ന ഇപ്പോൾ വെളിപ്പെടുന്ന കാര്യങ്ങൾ. ഇത് നിയമപരമായ അവസ്ഥയ്ക്കും അപ്പുറം ആ വിജയത്തിൻ്റെ ധാർമ്മികത വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ ശ്രീ ജയചന്ദ്രൻ? അതിൽ രാഷ്ട്രീയമായ വളരെ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് വളരെ ആസൂത്രിതമായി അതിനെ മാറ്റിമറിക്കുന്ന രീതിയിൽ BJP കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. രാജ്യമാകെ അത് ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു അധ്യായമായി തൃശ്ശൂർ മാറുകയായിരുന്നു. ആ ഒരു പാറ്റേൺ ആണ് ഇവിടെയും നടപ്പാക്കിയതെന്ന് ആളുകൾ കൂടുതൽ സംശയിക്കും വിധത്തിലേക്കാണോ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ വരുന്നത്? ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായ പരാതിയെക്കുറിച്ച് ഇന്ന് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 6 മാസം അവിടെ സ്ഥിരതാമസക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി 6 മാസം താമസിച്ചു എന്ന നിലയിൽ ഒരു രേഖയുണ്ടാക്കി. അത് വ്യാജരേഖയാണ്. കാരണം തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ആ സത്യവാങ്മൂലം കളവാണ് എന്ന പ്രധാനപ്പെട്ട പരാതിയാണ് വന്നിട്ടുള്ളത്. ആ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 14 പേരെയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ പരാതി പോയിട്ടുള്ളത്. BJPയും സുരേഷ് ഗോപിയും വലിയ തോതിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണോ ശ്രീ ജയചന്ദ്രൻ? ഇത് ശരത്തെ വലിയ ചില നൈതികതയുടെ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ഗൗരവതരമായി അടങ്ങിയിട്ടുണ്ട് എന്ന് പ്രാഥമികമായി തന്നെ ആർക്കും കാണാൻ കഴിയും. ഇത് ഞാൻ പെട്ടെന്ന് ഈ 2 ദിവസം മുമ്പ് തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഓർത്തൊരു കാര്യം, ജൂൺ 4-നായിരുന്നല്ലോ കഴിഞ്ഞ വർഷം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിയത്. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K. മുരളീധരൻ്റെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ സുരേഷ് ഗോപിയും സംഘവും BJP ഉൾപ്പെടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 55,000 വോട്ടാണ് ചേർത്തത്. ഇത് മുഴുവനും പുള്ളി പറഞ്ഞതിൽ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള കാര്യമായിട്ട് അന്ന് തന്നെ എനിക്ക് തോന്നിയത്, ഇത് ചേർത്തതിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ചേർത്തത് എന്നും ശ്രീ മുരളീധരൻ. അപ്പോൾ അവിടെ 2 ഉദാഹരണങ്ങൾ ഒരു പ്രാവശ്യം മാത്രമല്ല, മുരളീധരൻ ഇത് ആവർത്തിക്കുന്നത്. അതെ, അവിടെ അതിനെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിലെ 4C എടുക്കാം. അവിടെ 9 വോട്ടുകൾ ഒരു ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് അതിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ K. മുരളീധരൻ അന്ന് തന്നെ പറഞ്ഞു BJP 50,000 വോട്ട് ചേർത്തു. അന്ന് പരാതി കൊടുത്ത കാര്യങ്ങളും ഇപ്പോഴും K. മുരളീധരൻ അത് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി താങ്കളുടെ ഈ ഭാഗത്തേക്ക്, അതായത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ആകെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 പൊതു ശരാശരി ഏതാണ്ട് 79,000 വോട്ടാണ് പുതിയ വോട്ടർമാർ ചേർക്കപ്പെട്ടത്. പക്ഷേ അത് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അത് 1,45,000 ഉയരുന്നു. നമ്മുടെ സ്റ്റേറ്റ് ശരാശരിക്കും എത്രയോ മുകളിലാണ് ഒരൊറ്റ ലോക്സഭാ മണ്ഡലത്തിൽ. അതാണിപ്പോൾ ഏറ്റവും അധികം സംശയാസ്പദമായി നിൽക്കുന്നതും ഈ വിവരങ്ങൾ വന്നിട്ടുള്ളതും. മുരളീധരൻ പറഞ്ഞ കണക്ക് കറക്റ്റാണ്. 79,000 എന്ന് പറഞ്ഞ് നമ്മൾ റൗണ്ട് ചെയ്ത് 80,000 എന്ന് കൂട്ടിയാൽ, ശരാശരിയുടെ കൂടി 50,000 അധികം കൂട്ടിയാൽ, BJP ചേർത്തു എന്ന് അദ്ദേഹം ആരോപിച്ചത് കൂട്ടിയാൽ തന്നെ 1,30,000 ആവുന്നു. 1,30,000. 1,45 അവിടുത്തെ പുതിയ വോട്ടർമാരുടെ കണക്ക് ശ്രീ ജയചന്ദ്രൻ.
അതെ അതെ അത് വളരെ പിന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന അന്നോ പിന്നീടോ വേണ്ടത്ര ഗൗരവത്തിൽ ഒരു ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് കാണേണ്ട ഒരു കാര്യം. രണ്ടാമത്, ശരത്ത്, ഈ ഏത് പ്രശ്നമുണ്ടായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് പ്രശ്നം ഉണ്ടായാലും ശരി, പിന്നെ ധാർമ്മികതയുടെ പേരിൽ അങ്ങേയറ്റം ഊറ്റം കൊണ്ട് ബാക്കിയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെയും, ഏറ്റവും പ്രധാനമായി LDF സർക്കാരിനെ, വിശേഷിച്ച് CPM-നെ, അത് കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഒക്കെ നിശിതമായി വിമർശിക്കുന്ന ഒരു പ്രവണത തന്നെ അതൊരു ട്രെൻഡായിട്ട് കൊണ്ടു നടക്കുന്ന സംവിധാനമാണ് BJP-യുടെ നേതാക്കന്മാരുടേതെല്ലാം. അതല്ല, അവരത് ധാർമ്മികതയുടെ അപ്പോസ്റ്റലന്മാരായിട്ടാണ് എവിടെയും അവതരിക്കുന്നത്. ഇവിടെ ധാർമ്മികതയ്ക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടോ? ഇപ്പോൾ ശ്രീ അരുൺകുമാർ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിയിൽ മറ്റൊരു വശമാണ് ഇതിൻ്റെ വരുന്നത്. ശരിയാണ്, അതങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു നൈതികതയില്ലേ, ഒരു ധാർമ്മികത വേണ്ടേ? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പിന്നെ ഈ തീരെ അങ്ങേയറ്റം സെൽഫിഷാക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഇവരിങ്ങനെ മാറ്റി തീർത്താൽ ജനങ്ങളിത് കാണുകയല്ലേ. എന്തുകൊണ്ടാണ് ജനങ്ങൾ BJP-ക്ക് അധികാരം കൊടുക്കാത്തതെന്ന് ഇത് കൂടുതൽ വല്ലതും തെളിവ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ജനങ്ങൾ BJP-ക്ക് കേരളത്തിൻ്റെ അധികാരം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഏറ്റവും പ്രകടമായ കാര്യം ഇത് തന്നെയാണ്. മാനിപ്പുലേഷൻ പിന്നെ അറ്റ് ഇറ്റ്സ് ഹൈറ്റ്സ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ തന്നെ ഈ കൃത്രിമത്വം, ഉപജാപം നടത്തുക. അങ്ങനെ ഉപജാപം നടത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന, അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്ന പരിപാടിയാണ് ഒന്ന്. അടുത്തത്, ഇന്ന് ശരത്ത് അത് പറഞ്ഞു, എങ്കിലും എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. BJP-യുടെ നാഷണൽ കൗൺസിൽ മെമ്പറാണല്ലോ ശ്രീ V. മുരളീധരൻ. മുൻ കേന്ദ്രമന്ത്രിയാണ്, കേരളത്തിൽ പ്രസിഡൻ്റായിരുന്നു, ഒക്കെ ആയിരുന്നു. അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് ഇന്ന് എന്താണ് പറഞ്ഞത്? അങ്ങനെ രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ട് BJP-ക്കാർക്ക് അതിനകത്ത് യാതൊരു ഉളുപ്പും തോന്നുന്നില്ല. അദ്ദേഹത്തിന് തോന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ അതിനകത്ത് യാതൊരു ലജ്ജയും തോന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, 11 വോട്ടല്ലേ നിങ്ങൾ കള്ളവോട്ടെന്ന് പറയുന്നത്? അത് കഴിഞ്ഞാൽ 75,000-ൽ ഭൂരിപക്ഷത്തിൽ പിന്നെയും ബാക്കി കിടക്കുകയല്ലേ? 11 വോട്ടല്ലേ കള്ളവോട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിയാണ്, നിങ്ങൾ പറയുന്നത് പോലെ BJP കള്ളവോട്ട് ചെയ്തു, അത് ഞങ്ങൾ അംഗീകരിച്ചെന്നേ. പക്ഷെ ബാക്കി 75,000-ൽ 11 കഴിച്ച് ബാക്കി ഭൂരിപക്ഷം അപ്പോഴും ഉണ്ടല്ലോ എന്ന് പച്ചയ്ക്ക് പറയുന്ന BJP-യുടെ നാഷണൽ കൗൺസിൽ മെമ്പർ, അതാണല്ലോ കാണേണ്ടത്. അപ്പം അങ്ങനെ ഒരു നാഷണൽ കൗൺസിൽ മെമ്പറെ എങ്ങനെയാണ് കേരള ജനങ്ങൾ മുഖവിലയ്ക്ക് പോലും എടുക്കേണ്ടത്? പിന്നെ ഇങ്ങനെ കൃത്രിമത്വം, ഉപജാപം നടത്തുന്നതിന് ഒരു മടിയുമില്ല എന്നുള്ള നിലയിൽ തന്നെയല്ലേ അദ്ദേഹത്തെ കാണാൻ കഴിയുക. ഇത് പിന്നെ ഈ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നോ അല്ലെങ്കിൽ ഇരട്ട വോട്ടിൽ 2 വോട്ടും ഇപ്പം നമ്മുടെ പാനലിസ്റ്റുകളിലുള്ള അദ്ദേഹം ജിതിൻ, പിന്നെ ചെന്നിത്തലയുടെ അടക്കം, അമ്മയുടെ അടക്കം കാര്യങ്ങൾ പറഞ്ഞു. അവർ 2 വോട്ടുണ്ട് ചെയ്തോ, സുഭാഷ് ഗോപി 2 വോട്ട് ചെയ്തോ, അതല്ല പ്രശ്നം. ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, BJP കേന്ദ്ര ഭരണകക്ഷിയാണ്. കേന്ദ്ര ഭരണകക്ഷി ആസൂത്രിതമായ മാനിപ്പുലേഷൻ കഴിഞ്ഞ 5 വർഷം അവിടെ അധികാരത്തിൽ ഉണ്ട്, അതിന് മുമ്പുള്ള 5 വർഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അധികാരത്തിലിരിക്കുന്ന കക്ഷിയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇത് റിഗ്ഗിങ്, പിന്നെ ശാസ്ത്രീയമായ റിഗ്ഗിങ് ആണ്. വോട്ട് ഈ ബൂത്ത് പിടുത്തം തന്നെയാണ് ഒരു തരത്തിൽ ചെയ്യുന്നത്. അതാണ് കാണുന്നത്. ആ ബൂത്ത് പിടുത്തത്തിനെ അവരുടേതായ പുതിയൊരു വെർഷനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ആർക്കും ബാധകമല്ല. അതിൻ്റെ അകത്ത് നൈതികതയുടെ പ്രശ്നം വരുന്നില്ല, ധാർമ്മികതയുടെ പ്രശ്നം വരുന്നില്ല. ഇതാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു കാരണവശാലും നമ്മുടെ ഏത് പാർട്ടിയുമായിക്കോട്ടെ, പാർട്ടി BJP ആണോ CPM ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതല്ല അവിടെ കാണേണ്ടത്. ജനാധിപത്യത്തെ അങ്ങേയറ്റം അപകടത്തിലാക്കുന്ന ഒരു ഘട്ടമാണ്, ഒരു സാഹചര്യത്തിൽ രാജ്യം കടന്നു പോകുന്നതിൻ്റെ ഒരു ഗൗരവമായ പ്രശ്നത്തിൽ തൃശ്ശൂരും വന്നിരിക്കുന്നു. ഇവിടുത്തെ ജിതിൻ, ഇതിലെ പ്രശ്നം ഇത് താങ്കൾ പറഞ്ഞൊഴിയാൻ ശ്രമിച്ചതുപോലെ ഇത് ഒറ്റപ്പെട്ടതോ യാദൃച്ഛികമോ ആയ സംഭവമല്ല. അത് പറയാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം എടുക്കൂ, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന 2024-ൽ അന്ന് എന്തായിരുന്നു വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനുണ്ടായിരുന്ന വളരെ എളുപ്പത്തിലൊരു വഴി? താമസിക്കുന്നതിൻ്റെ മേൽവിലാസത്തിൽ ഒരു പോസ്റ്റൽ റെസിപ്റ്റ് കാട്ടിയാൽ മതി.
6 മാസം സ്ഥിരതാമസം എന്ന് വളരെ വേഗം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, വോട്ട് യഥേഷ്ടം ചേർക്കുന്നു. 2024 രാജ്യത്ത് നിലനിന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വ്യാപകമായി വോട്ട് ചെയ്യാൻ, അവിടെയാണ് ഫ്ലാറ്റുകളും മറ്റും കേന്ദ്രീകരിച്ച്, ബാംഗ്ലൂരിലെ അനുഭവം നമ്മൾ കണ്ടില്ലേ, അങ്ങനെ വ്യാപകമായി വോട്ട് ചേർക്കുന്നു. അതിനുശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2025 വന്നപ്പോഴോ ബീഹാർ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ ഏതാണ്ട് 1 കോടിയോളം വോട്ടർമാരെ ഒഴിവാക്കുകയാണ്. ആധാർ ബാധകമല്ല, പാസ്പോർട്ട് ബാധകമല്ല, നമ്മുടെ നാട്ടിൽ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ വരുന്ന ഒരു രേഖയും ബാധകമല്ലാത്ത വിധം വോട്ടർമാരെ ഇല്ലായ്മ ചെയ്യുന്നു വോട്ടർ പട്ടികയിൽ നിന്ന്. ബീഹാറിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഏറ്റവും ലളിതമായ ഒരു സംവിധാനം കൊണ്ടുവന്ന് അതിനെ ദുരുപയോഗിച്ച് നമ്മൾ താമസിക്കുന്നു. ഇപ്പോൾ ഈ മുമ്പ് പറഞ്ഞ പോലെ ഈ പൂങ്കുന്നത്തെ 4C ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റ് 4Cയിലേക്ക് ഈ പറഞ്ഞ 9 പേരിൽ ഒരാളുടെ പേര് വെച്ച് ഒരു കത്തയച്ചാൽ ആ കത്തിൻ്റെ റെസിപ്റ്റ് കാണിച്ചാൽ മതി. അവിടെ താമസിക്കുന്ന മറ്റൊരാൾ അതിന് ഒത്താശ ചെയ്താൽ മതിയാവും. ഞാൻ നേരത്തെ ശ്രീ ജയചന്ദ്രനോട് പറഞ്ഞ പോലെ, ശ്രീ ജയചന്ദ്രൻ്റെ വീട് ആലപ്പുഴ നെടുമുടിയിലാണ്. ആ വീട്ടുപേര് വെച്ച് M ജയചന്ദ്രൻ എന്ന് മാറ്റിയിട്ട് നമ്മുടെ ആരുടെയെങ്കിലും പേര് വെച്ച് ആ വീട്ടുപേരും വെച്ച് നെടുമുടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് അയച്ചാൽ പോസ്റ്റ്മാൻ അവിടെ കൊണ്ടു ചെല്ലും. അതിൻ്റെ റെസിപ്റ്റ് ഒരു രജിസ്റ്റേർഡ് തപാൽ പോരെ, അതിൻ്റെ റെസിപ്റ്റ് കാണിച്ചാൽ മതി. അപ്പോൾ ഈ തരത്തിൽ ഏറ്റവും ലളിതമായി വോട്ട് ചേർക്കാനുള്ള സംവിധാനം കൊണ്ടുവരുന്നു 24-ൽ, 25-ൽ തിരിച്ചും ചെയ്യുന്നു. ഇതാണ് രാജ്യം ചോദിക്കുന്നത്. അതിലാണിപ്പോൾ തൃശ്ശൂർ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ നേതാക്കൾ, സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കൾ, സ്ഥാനാർത്ഥി തന്നെയും എന്ന ഗുരുതരമായ ആക്ഷേപം, ബന്ധുക്കൾ, ആശ്രിതർ, ഇതെങ്ങനെയാണ് ഒറ്റപ്പെട്ടതാവുന്നത്? ഇതൊരു ആസൂത്രിതമായ മണ്ഡലം പിടുത്തമാണ് ജിതിൻ. ഞാൻ അങ്ങയുടെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ 3 പേരും ഒരേ വാദം ഉന്നയിക്കുന്നവരാണ്. എതിർവാദം ഉന്നയിക്കാനായിട്ട് മാത്രമുള്ള ഒരാൾ ഞാൻ മാത്രമാണ്. 8:24 കടക്കുമ്പോൾ ഈ ചർച്ചയിൽ എനിക്ക് സംസാരിക്കാൻ അങ്ങ് തന്നിരിക്കുന്ന അവസരം 2 മിനിറ്റ് 30 സെക്കൻഡ് മാത്രമാണ്. അതുകൊണ്ട് ഒരു ജനാധിപത്യത്തിൽ, ചർച്ചയുടെ ജനാധിപത്യത്തിന് സൗന്ദര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ചർച്ചയ്ക്ക് ഒരു സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ എതിർവാദങ്ങൾ കേൾക്കാനുള്ള ഒരു സമയവും കൂടി അങ്ങ് തരണമെന്ന് ഞാൻ അങ്ങയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഞാൻ കുറേ പേരുടെ പേരുകൾ ഉന്നയിച്ചു. രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു, അതേപോലെ തന്നെ VD സതീശന്റെ പേര് പറഞ്ഞു, എൽദോസ് കുന്നപ്പളുടെ പേര് പറഞ്ഞു. നോക്കൂ, ശ്രീ അരുൺകുമാർ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ അതിലേക്കൊന്നും പരാമർശിക്കാൻ തയ്യാറായില്ല, അവരെ തെള്ളിപ്പറയാൻ തയ്യാറായില്ല. അദ്ദേഹം അതിനെ മനഃപൂർവ്വമായി കണ്ണടച്ചുകൊണ്ട് BJP-യിലേക്ക് മാത്രമാണ് ഫോക്കസ്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല, കാരണം അത് അവരുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. കേരളത്തിലും ഇന്ത്യ സഖ്യം രൂപപ്പെട്ടതിനായിട്ടായിരിക്കും അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ M ജയചന്ദ്രൻ, ശ്രീ മാധ്യമപ്രവർത്തകൻ ശ്രീ M ജയചന്ദ്രൻ BJP നേതാക്കന്മാരുടെ ധാർമ്മികതയെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തേ മാധ്യമപ്രവർത്തകൻ എന്ന ലേബലിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ M ജയചന്ദ്രൻ എന്ന് പറയുന്ന അങ്ങേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് ആരുടെ ധാർമ്മികത ചോദ്യം ചെയ്യാൻ തോന്നുന്നില്ല? എത്രയോ ഇരട്ട വോട്ടുകളുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അങ്ങ് BJP-യെ മാത്രമാണ് കുറ്റം പറയുന്നത്. 2003 ഒരു അനുഭവം പറയാം. 2003, 2002 കാലഘട്ടത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ അന്ന് CPM-ന്റെ പ്രവർത്തകനാണ്. അന്ന് ഒരു വോട്ടർ പട്ടിക ലോക്കൽ കമ്മിറ്റി, അതായത് ബ്രാഞ്ച് കമ്മിറ്റികൾ കൊണ്ടുതരും. ആ ബ്രാഞ്ച് കമ്മിറ്റികൾ ആ ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സഖാക്കന്മാർ ഒരുമിച്ചിരുന്നിട്ട് ഈ വോട്ടർ പട്ടിക പരിശോധിക്കും. ഓരോ ക്രമനമ്പരും പരിശോധിക്കും. ഈ വോട്ടർ ഈ വാർഡിലെ സ്ഥിരതാമസക്കാരനാണോ എന്ന് നോക്കും. ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയ ഏതെങ്കിലും തരത്തിലുള്ള പെൺകുട്ടികളുണ്ടോ നോക്കും. മരണപ്പെട്ടവരുണ്ടോ നോക്കും. ഇങ്ങനെ വിശദമായ പരിശോധനകൾക്ക് ശേഷം പുതുതായി ചേർക്കേണ്ടവരെയും ആക്ഷേപം ഉന്നയിക്കേണ്ടവരെയും സംബന്ധിച്ച് കൃത്യമായി BLO-മാരെ സമീപിക്കും. ഈ പ്രവർത്തനം ഈ കേരള സംസ്ഥാനം രൂപീകൃതമായ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ പ്രവർത്തനം ചെയ്യാൻ സാധിക്കാത്ത വിധം കേഡർ പാർട്ടിയായ അങ്ങനെ ഇന്റർഫിയർ ഞാൻ പറഞ്ഞത് CPM-ന് സാധിക്കുന്നില്ല. തൊട്ടടുത്ത വില്ലയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളെ പോലും അറിയാൻ സാധിക്കാത്ത വിധം ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറിയിരിക്കുന്നു. നിങ്ങൾ ആസൂത്രിതമായി നടപ്പാക്കിയെന്ന ആക്ഷേപത്തിനാണ് മറുപടി വേണ്ടത്. ജിതിൻ, CPIM എന്ത് ചെയ്തു, കോൺഗ്രസ് എന്ത് ചെയ്തു എന്നല്ല, നിങ്ങൾ ആസൂത്രിതമായ മണ്ഡലം പിടിക്കാൻ ചെയ്തു എന്ന് ആരോപിക്കുന്ന ഗുരുതരമായ വിമർശനങ്ങൾക്ക് മറുപടി അക്കമിട്ട് പറയൂ. അതിലേക്ക് വരുന്നില്ല. അതാണ് നിങ്ങൾ നേരിടുന്ന ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. അധാർമികമായി അങ്ങ് എന്നെ പറയാൻ അനുവദിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ഈ പറഞ്ഞ BJP-യോ സുരേഷ് ഗോപിയോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനല്ല ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്.
ആ പരാതിയിൽ മേലെ അന്വേഷിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കൂ, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. സുരേഷ് ഗോപി നെഞ്ചുവേദന അഭിനയിച്ച് ഹോസ്പിറ്റലൊന്നും പോയി കിടക്കത്തില്ല. ആ അന്വേഷണത്തെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. 2010 സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ആ മണ്ഡലത്തിലെ 6 മാസത്തെ സ്ഥിരതാമസക്കാരനാണോ? സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾ എങ്ങനെ വന്നു? BJP നേതാക്കൾ എങ്ങനെ വന്നു? അത് വ്യാപകമായി ചെയ്തൊരു ഒരു രീതിയുണ്ട്. അതിന് മറുപടി വേണം, അതിനെക്കുറിച്ച് പ്രതികരിക്കണം. ഞാൻ അങ്ങയുടെ പോയിന്റിലേക്കാണ് വരുന്നത്. കൈരളി ചാനൽ 2020-21 ചെയ്ത ഒരു വാർത്ത വേണമെങ്കിൽ അങ്ങേക്ക് ഞാൻ ഇപ്പോൾ വാട്സപ്പ് ഇട്ട് തരാം. ആ വാർത്തയിൽ നിങ്ങളുടെ ലേഖകൻ പറയുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, സുരേഷ് ഗോപി തൃശ്ശൂരിൽ വീടെടുത്തിരിക്കുന്നു. സുരേഷ് ഗോപി ഒരു കേവല രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, ഈ നാട് ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സിനിമാ താരം കൂടിയാണ്. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വന്ന് അവിടെ താമസിക്കാൻ സാധിക്കുമോ? അദ്ദേഹം 3-4 വർഷം അദ്ദേഹത്തിന്റെ 14 ബന്ധുക്കളും ഈ പറഞ്ഞ 6 മാസം എടുത്ത സ്ഥിരതാമസക്കാരാണോ? ചോദ്യം 1. അദ്ദേഹത്തിന്റെ ഡ്രൈവർ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെങ്ങനെയാണ് തിരുവനന്തപുരത്തെ വോട്ടർ ആവുന്നത്? തൃശ്ശൂരിലെ വോട്ട് വേണ്ടാന്ന് വെക്കുന്നത് എങ്ങനെയാണ്? മലപ്പുറത്തെ BJP നേതാവ് എങ്ങനെയാണ് പൂങ്കുന്നത്ത് വോട്ട് ചെയ്യുന്നത്? ഇതൊക്കെയാണ് ചോദ്യം. ഡ്രൈവർ തിരുവനന്തപുരത്ത് നിന്നോട്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ വല്ല സംവിധാനം ഉണ്ടോ? ഒന്നും ആയിട്ടില്ല. പക്ഷെ വോട്ട് ചെയ്യുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്, ഡ്രൈവ് ചെയ്യുന്നതിന്റെ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെ വേണ്ട. ഈ രാജ്യത്തെ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മുതലാളി മത്സരിക്കുമ്പോൾ തൃശ്ശൂരിൽ വോട്ട്, അല്ലാത്തപ്പോൾ തിരുവനന്തപുരത്ത്. അതെങ്ങനെ അദ്ദേഹത്തിന് നിങ്ങൾ ഇത് കളയുന്നേ? ഈ ബൂർഷയും മുതലാളിയും പെറ്റിയൊക്കെ കളയും. അതൊക്കെ കഴിഞ്ഞില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ സംസാരിക്കൂ. കാര്യത്തിലേക്ക് വരൂ. അദ്ദേഹത്തിന്റെ ഡ്രൈവർ അദ്ദേഹത്തിനൊപ്പമല്ലേ നടക്കേണ്ടത്? നോക്കൂ, സതീശന്റെ ഓട്ടം എവിടെയാ? ചെങ്ങമനാട്ടുകാരൻ VD സതീശന്റെ ഓട്ടം എങ്ങനെ പറവൂരിൽ വന്നു? അതല്ലല്ലോ ഇരട്ട വോട്ടും ആസൂത്രിതമായി ചെയ്തതും പറയുമ്പോൾ ഈ തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു നിൽക്കില്ല. ഒരു പോയിന്റോടെ പറയാതെ. അല്ലല്ല, ഗുരുവായൂർ അസംബ്ലി മണ്ഡലത്തിൽ ബൂത്ത് നമ്പർ 111, അവിടെയാണ് നിങ്ങളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജീവനക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഗുരുവായൂർ സ്റ്റാഫ് കോട്ടേജ്. ആ സ്റ്റാഫ് കോട്ടേജ് 2024 പൊളിച്ചു മാറ്റിയതാണ്. ആ കോട്ടേഴ്സിൽ 84 ഓട്ടമുണ്ട്. നിങ്ങൾക്കറിയുമോ? 2024 ജനുവരി മാസത്തിൽ പൊളിച്ചു മാറ്റിയ സ്റ്റാഫ് കോട്ടേഴ്സ് എന്ന് പറയുന്നത് സാധ്യമാണ്. അല്ലാതെ ഒറ്റ മുറിക്കകത്ത് ചെറുകൂരക്കകത്ത് 80 പേരെ കുത്തി നിറച്ച് നിങ്ങൾ ആളെ ചേർക്കുന്ന പോലെ അല്ലാതെ സ്റ്റാഫ് കോട്ടേഴ്സ് നിങ്ങൾ സമ്മതിച്ചല്ലോ. രണ്ടാണ് സർ, വലിയ വ്യത്യാസമുണ്ട്. സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതും ഒരു ചെറുകൂരയിൽ ഒറ്റമുറിയിൽ 80 വോട്ട് ചേർക്കുന്ന BJPയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം ഉണ്ടല്ലോ, ജനാധിപത്യം ഉണ്ടല്ലോ, അത് രാജ്യം ചോദ്യം ചെയ്യുകയാണ്. ആ പതിപ്പിലാണ് തൃശ്ശൂർ നിൽക്കുന്നത്. അവിടെയാണ് നിങ്ങൾ കൂട്ടത്തോടെ വ്യാപകമായി ഇരട്ട വോട്ടുകൾ കൊണ്ടുവന്നത്, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയത്. എന്താണ് സർ സംശയം? 2024 മെയ് മാസം വോട്ട് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞു സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണെന്ന്. സ്റ്റാഫ് ക്വാർട്ടേഴ്സും 4Cയിൽ അതിന്റെ ഓണർ തന്നെ ചലഞ്ച് ചെയ്തിരിക്കുന്നു. 9 വോട്ടുകൾ കള്ളവോട്ടുകൾ ചേർത്തു. അരുൺ, ഈ വിഷയത്തിൽ ഈ BJP പ്രതിനിധിക്ക് അവർക്കെതിരെ ഉയരുന്ന വിഷയങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരെ ഒന്ന്, ഇത് യാദൃച്ഛികമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, വളരെ ആസൂത്രിതമായി ഒരു ലോക്സഭാ മണ്ഡലം പിടിക്കും വിധത്തിലേക്ക് വളരെ ആസൂത്രിതമായി തന്നെയാണ് തൃശ്ശൂരിനെ സമീപിച്ചത് എന്ന രീതി കുറെ കൂടി വെളിപ്പെടുകയാണോ? അതിന് മറുപടിയാകും വിധത്തിലേക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു BJP വാദം നിലനിൽക്കുമോ? താങ്കളുടെ ഭാഗം എന്താണ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത് CPMനൊക്കെ വളരെ സംഘടനാ സംവിധാനമുണ്ട്, കേഡർ പാർട്ടിയാണ്, CPM വേണ്ടത്ര തരത്തിൽ ചെറുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. ഇപ്പോൾ V മുരളീധരൻ അവിടെ ദേശീയ നിർവാഹക സമിതി അംഗം തന്നെ പറയുന്നു, ഇപ്പൊ പുറത്തു വന്ന വോട്ടല്ലേ കള്ളവോട്ടുള്ളൂ, ബാക്കിയുണ്ടല്ലോ ഭൂരിപക്ഷത്തിൽ എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസവും അങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ കൃത്യമായി BJP തന്നെ അംഗീകരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ. അത് നിങ്ങൾ നോക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു തരത്തിൽ തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശരിക്കും വിലക്കെടുത്ത് സമ്മർദ്ദത്താൽ അവർ ചെയ്തിരിക്കുന്ന ഈ ജനാധിപത്യത്തെ തകർക്കുന്ന നടപടിക്കെതിരായിട്ടാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ബീഹാറിൽ എന്താ അവരുടെ പോളിസി എന്താ?
ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കണം. 1969 ജനനവും മരണവും രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയത്. അതിനു മുമ്പുള്ള ആളുകൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ മറ്റേത് രേഖ കൊടുത്താലും പറ്റില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇടപെട്ട് പല ഘട്ടത്തിലും ഇന്ന രേഖ കൂടി പരിശോധിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ബീഹാറിൽ കാണുന്നത്. അപ്പോൾ തങ്ങൾക്ക് വേണ്ട വിധം ചില സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ വേണം, വോട്ടർപട്ടികയിൽ തുടരണം, നിലവിലുള്ള ആളുകൾക്ക് തുടരാൻ വേണ്ടി ഇന്നൊക്കെ രേഖ വേണം. തങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റു മണ്ഡലങ്ങളിൽ ഒരു പോസ്റ്റ് കാർഡ് കാണിച്ചാൽ അവരെയൊക്കെ വോട്ടർപട്ടികയിൽ ചേർക്കാം. ഒരാൾ പോലും അറിയാതെ പല ഫ്ലാറ്റുകളിലും 9, 10, 20 വോട്ട് ചേർക്കുകയാണ്. ആ വീട്ടമ്മ തന്നെ പരാതി കൊടുത്തിട്ട് അപ്പം ഡിലീറ്റ് ചെയ്യണ്ടേ? എവിടെ നിന്ന് രേഖ കൊണ്ടുവന്നു? ആ വാർഡ്, അതിൽ തന്നെ അതിൽ കൃത്യമായിട്ട് ബൂത്ത്, അതിൽ ഫ്ലാറ്റിൻ്റെ കൃത്യമായിട്ട് ഫ്ലാറ്റ് നമ്പർ, അപ്പാർട്ട്മെന്റ്, അതിന്റെ ഫ്ലാറ്റ് നമ്പർ കൃത്യമായിട്ടുണ്ട്. അവിടെ 9 വോട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ആളെ താമസിക്കുന്നുള്ളൂ. ഇവരാര് എന്ന് കണ്ടുപിടിച്ച് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇത് കരട് പട്ടികയാണ്, ഫൈനൽ പട്ടികയാണെന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഇതിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. പിന്നെ ഈ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്രയും വോട്ട് വന്നിരിക്കുന്നു, ഡ്രൈവർക്ക് ഇങ്ങനെ വോട്ട് വന്നിരിക്കുന്നു എന്ന രൂപത്തിൽ വരുമ്പോൾ ഇതിന്റെ ഗൂഢാലോചന എന്ന് തുടങ്ങിയതാ? എന്തുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചിട്ട് ഒരു അക്ഷരം പോലും ഉരിയാടാതെ അദ്ദേഹം വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടല്ലോ? ഏത് സാഹചര്യം വരുമ്പോഴും വലിയ തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ആളായിരുന്നല്ലോ. കൃത്യമായി തെളിവ് വെച്ചുള്ള ചോദ്യം വരും എന്ന് ബോധ്യപ്പെട്ടപ്പോഴല്ലേ ഒരക്ഷരം പോലും കമായി എന്ന് സംസാരിക്കാതെ അദ്ദേഹം പോകുന്ന ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ചോദ്യം കൂടി ഞാൻ അരുൺ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാന്ന്, നിങ്ങളൊക്കെ ആരാ എന്നെങ്കിലും മിനിമം ചോദിക്കും. ഇന്ന് ഏതായാലും അതിനും നിന്നില്ല സുരേഷ് ഗോപി ദില്ലിയിൽ. അതെ, അത് തൻ്റെ കയ്യിൽ ഒരു വാദമില്ല എന്നും തനിക്കെതിരെ വന്നിരിക്കുന്ന തെളിവുകൾ അത്ര ആധികാരികമാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് വന്നു കാണും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇതേ സ്ട്രാറ്റജി തന്നെ BJP തുടരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ദിവസം എന്ന് കഴിഞ്ഞാലും സ്കൂട്ടണി നടക്കുകയാണ്. സൂക്ഷ്മമായിട്ടുള്ള പരിശോധന ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതാണ്. കാരണം അവിടെ താമസിക്കാത്ത നിരവധി ആളുകളെ മറ്റു ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന് പല രൂപത്തിൽ തട്ടിപ്പിലൂടെ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഏതെങ്കിലും സ്ഥലമുണ്ടെന്നോ ഒരു വാടക വീടുണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല, വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരിടത്തും വോട്ടില്ല എന്നും ഇവിടെ പെർമനന്റ് റെസിഡന്റായിട്ട് മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ഉള്ള സംവിധാനം വേണം. അതിന് പലതരത്തിലും ഉദ്യോഗസ്ഥന്മാരെ വരെ ചാക്കിട്ട് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം അടുത്ത കാലത്ത് നാം കാണുകയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചാൽ മാത്രമേ കേരളത്തിൽ BJPക്ക് ജയിക്കാൻ കഴിയൂ, മറ്റു പല സംസ്ഥാനങ്ങളിലും ജയിച്ച ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉള്ള സാഹചര്യം നിലനിർത്താൻ കഴിയൂ എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വോട്ടർ പട്ടികയ്ക്കെതിരെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇടക്കാലത്തെ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പല ആക്ഷേപങ്ങൾക്കും മറുപടി പറയാതെ ഇലക്ഷൻ കമ്മീഷൻ ആരാണോ ഈ പരാതി ഉന്നയിക്കുന്നത് അവരെ ആക്ഷേപിക്കാനും വെല്ലുവിളിക്കാനും നടത്തുന്ന ശ്രമമാണ് നാം കാണുന്നത്. ഇപ്പോൾ നേരിട്ട് കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും, കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരാതി പോലീസിന് റഫർ ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടും സത്യവാങ്മൂലം എഴുതി തരണമെന്നെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിരട്ടുന്ന ഒരു രീതി നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് NDAയുടെ ഒരു ഘടകകക്ഷിയാണോ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ന് സാധാരണക്കാരായ പൗരന്മാർ സംശയിച്ചാൽ അത് തെറ്റു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തിലെ സാഹചര്യം പോകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ കൃത്യമായിട്ടുള്ള വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് കൊടുത്ത പരാതി, അതുപോലെ തന്നെ ശ്രീ KP രാജേന്ദ്രൻ LDFന് വേണ്ടി കൊടുത്ത പരാതിയും എല്ലാം പൊതുസമൂഹത്തിലുണ്ട്. ആ പരാതിയിലെല്ലാം കൃത്യസമയത്ത് തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫലപ്രദമായിട്ടുള്ള നടപടി എടുക്കേണ്ട സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ കുറ്റകരമായിട്ടുള്ള മൗനം പാലിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് CPM കേഡർ പാർട്ടി സജീവമായിട്ട് ഇടപെട്ടില്ല, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഇടപെട്ടില്ല, 11 വോട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് വോട്ടല്ലേ ഉള്ളൂ എന്ന രൂപത്തിൽ അതിനെ നിസാരവൽക്കരിക്കാൻ BJPയുടെ നേതാക്കന്മാർ എത്ര ശ്രമിച്ചാലും ഒരു കാര്യമുണ്ട്, ജനം ശക്തമായി പ്രതികരിക്കും. അതെ, പക്ഷേ ജിതിൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിനകത്ത് BJP ഈ തെരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന പുതിയ തന്ത്രങ്ങൾ അത് ആ നിലയിൽ തിരിച്ചറിയേണ്ടതുണ്ട് എന്നൊരു യാഥാർത്ഥ്യം CPIയും മനസ്സിലാക്കുന്നുണ്ടോ? കാരണം തൃശ്ശൂരിൽ പരാതിയൊക്കെ കൊടുത്തു എന്നിരിക്കലും പിന്നീട് അത് ശക്തമായി അതൊരു തെരഞ്ഞെടുപ്പ് ഹർജിയായി പോലും പോയിട്ടില്ല എന്ന വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു, വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് അത്തരമൊരു നീക്കം BJP നടത്തുന്നു. അപ്പോൾ നല്ലതുപോലെ കണ്ണു തുറന്ന് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊരു അനുഭവം തൃശ്ശൂരിലെ ഈ പുതിയ വിവരങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ? കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം അതിവേഗം നഗരവൽക്കരണം വിപുലപ്പെട്ട് വരികയാണ്. നമ്മുടെ ഗ്രാമങ്ങളെല്ലാം നഗരങ്ങളായിട്ട് മാറുന്നു. നിരവധി അപ്പാർട്ട്മെന്റുകളും ഫ്ലാറ്റുകളും വരുന്നു. ഈ ഫ്ലാറ്റുകളിലെല്ലാം ഒരു പ്രശ്നം
വലിയ തരത്തിൽ പുറത്തുനിന്നുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കോ പൊതുപ്രവർത്തകർക്കോ എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം പല ഫ്ളാറ്റുകളിലും അസോസിയേഷൻ നിയന്ത്രണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ സാഹചര്യത്തെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് കാണുന്നത്. കുറവുകൾ പരിഹരിക്കും, വളരെ സൂക്ഷ്മതയോടെ എല്ലാ ഫ്ളാറ്റുകളിലും ഇടപെടും. ഇത്തരത്തിൽ ഒരു സ്ട്രാറ്റജി BJP വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ ചെയ്യാനുള്ള നീക്കത്തെ ശക്തമായി ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതയായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. അതിലൊരു കുറവും വരില്ല. ഇവിടെ ശ്രീ ജയചന്ദ്രൻ, നിശ്ചയമായി ഇങ്ങനെ വളരെ ആസൂത്രിതമായി ഒരു മണ്ഡലം പിടിക്കുക, പലപ്പോഴും ആ കാലത്ത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ പിടിക്കാൻ BJP വളരെ ആസൂത്രിതമായി രാഷ്ട്രീയമായി നീങ്ങുന്നു എന്ന തരത്തിലേക്കൊക്കെയുള്ള വലിയ പ്രചാരണം. പക്ഷേ ആ പ്രവർത്തനത്തിന് അടിയിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന് അന്തർലീനമായിരുന്ന പരിപാടി ഈ രൂപത്തിലായിരുന്നു എന്നൊരു തിരിച്ചറിവിലേക്കാണോ ഇപ്പോൾ നാട് മാറിക്കൊണ്ടിരിക്കുന്നത്? രണ്ടാമത്തെ ഒരു പ്രധാന, അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി രാജിവെക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ ആവശ്യം, അല്ലെങ്കിൽ ധാർമ്മികത ഉണ്ടെങ്കിൽ രാജിവെക്കണം എന്നൊക്കെ പറയുന്നതിനൊന്നും ഒരർത്ഥവുമില്ലല്ലോ സത്യത്തിൽ. കാരണം അങ്ങനെ ഒരു രാജിയൊന്നും പ്രതീക്ഷിക്കേണ്ടില്ല. പ്രത്യേകിച്ച് മുരളീധരൻ തന്നെ പറഞ്ഞു അതിൽ കള്ളവോട്ട് ഉണ്ടാകാം, പക്ഷേ എങ്കിലും ഞങ്ങളുടെ ഭൂരിപക്ഷം വലുതല്ലേ എന്ന് ചോദിക്കുന്ന നിലയിലാണ് ആ പാർട്ടി അതിനെ കാണുന്നത്. അവിടെ രസകരമായി ഇന്ന് മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ കാലങ്ങളായി ഈ പണി നടത്തി തൃശ്ശൂർ പിടിച്ചെടുത്തത് കൊണ്ടാകണം ഇങ്ങനെയൊക്കെ ജയിച്ച് ലോക്സഭ പിടിച്ചെടുത്ത് ആദ്യമായി BJPയുടെ ഒരു ലോക്സഭാംഗമായി സുരേഷ് ഗോപി പോയിട്ടും അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി പോയി എന്നൊരു വലിയ ഷോക്ക് പൊതുവിൽ പലയിടത്തും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്നെ അതിൽ വലിയ അതൃപ്തി ഉണ്ടെന്നൊക്കെ കേട്ടു. അപ്പോൾ ഇന്ന് മുരളീധരൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല, ഞങ്ങളിങ്ങനെയൊക്കെ ഒരുപാട് അധ്വാനിച്ച് ഞങ്ങൾ പിടിച്ചെടുത്ത സാധനമാണിത്, അതുകൊണ്ട് കേന്ദ്ര സഹമന്ത്രിയൊക്കെ മതി എന്ന മട്ട് സുരേഷ് ഗോപിയുടെ അവർ കാട്ടിയതിൻ്റെ കാരണം ഇപ്പോഴാണ് പിടികിട്ടിയത് എന്നുകൂടി മുരളീധരൻ ഇന്ന് പറയുകയുണ്ടായി ശ്രീ ജയചന്ദ്രൻ. പക്ഷേ സുരേഷ് ഗോപിക്ക് മൗനമാണ്. ശരത്തെ ഞാൻ ഈ 2019 പാർലമെൻറ്റ് ഇലക്ഷന് എറണാകുളത്ത് എം ലോറൻസ് ചേട്ടനെ ഒന്ന് അദ്ദേഹമായിട്ടൊരു അഭിമുഖം നടത്തിയിരുന്നു. കത്രക്കടയിൽ അദ്ദേഹത്തിന് വീട്ടിൽ വെച്ചായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ വളരെ സുപ്രധാനമായൊരു പോയിൻ്റുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടി മാത്രമല്ല, CPIM മാത്രമല്ല, കേരളത്തിലെ എല്ലാ പാർട്ടികളും എറണാകുളത്ത് മാത്രമല്ല, പക്ഷേ എല്ലായിടത്തും ഉണ്ടായിരിക്കും, എങ്കിലും എറണാകുളത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിലെ വോട്ടർമാർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ ഒരു മാർഗവുമില്ല എന്നുള്ളതാണ്. നമുക്കവിടെ കയറി ചെല്ലാൻ പറ്റുന്നില്ല, കയറി ചെന്നാൽ തന്നെ ആക്സസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള വലിയൊരു പരിമിതി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഇത്രയും കാലമായിട്ട്. പക്ഷേ ഇപ്പോൾ എറണാകുളത്ത് അത് വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ തന്നെ മറ്റൊരു വർഷമാണല്ലോ ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞത്. ഞാനത് ഇവിടെ എടുത്തു പറയാൻ കാര്യം, ശ്രീ ജിതിൻ ഇപ്പോൾ പറഞ്ഞല്ലോ, തൃശ്ശൂരെ കാര്യം പറഞ്ഞല്ലോ. തൃശ്ശൂർ എന്താണ് ഇവരാരും അറിഞ്ഞില്ലേ, സഖാക്കളൊന്നും അറിഞ്ഞില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പഴയ CPM പ്രവർത്തകനാണ് ദേശീയമെന്നൊക്കെ എന്ന് പറഞ്ഞിരുന്നല്ലോ. പ്രശ്നം ഇതാണ്, അവിടേക്കുള്ള ആക്സസിബിലിറ്റി ഇല്ല ഫ്ലാറ്റുകളിലേക്ക് പലപ്പോഴും. അതാണ് സൗകര്യമായിട്ട് എടുത്തതും. അങ്ങനെയാണ് ഈ മാനിപ്പുലേഷൻസ് മുഴുവൻ നടന്നതെന്നുള്ള കാര്യത്തിൽ ഇനി വേറെ തർക്കമൊന്നുമില്ലല്ലോ. അത് അദ്ദേഹം തന്നെ സമ്മതിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു രൂപത്തിൽ. അതാണ് ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പൊതു സമീപനമുണ്ട് ചർച്ചകളിൽ, പ്രത്യേകിച്ചും ചാനൽ ചർച്ചകളിൽ. ഈ പാനലിസ്റ്റുകളുടെ ഐഡൻറ്റിറ്റി ഏതിലാണോ അവിടെ കേന്ദ്രീകരിച്ച് വർത്തമാനം പറയുക. അതാണ് CPM-മായി ബന്ധപ്പെടുത്തി അരുൺകുമാറിനോട് പറയുന്നത്, മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി എന്നോട് പറയുക. എന്നിട്ട് എന്നോട് അദ്ദേഹം ഉപദേശിക്കുകയാണ്, താങ്കൾ എന്തുകൊണ്ടാണ് CPM-നെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും പറയാതിരുന്നത്. ജിതിൻ, താങ്കളത് ശ്രദ്ധിക്കാത്തത് എൻ്റെ കുഴപ്പമല്ല. ഞാൻ പറഞ്ഞത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് അനീതിയാണ്, അധാർമികമാണ് എന്ന് തന്നെയാണ് ഞാൻ ആദ്യഘട്ടത്തിൽ എന്നോട് ശരത്ത് ചോദിച്ചതിന് മറുപടിയായിട്ട് പറഞ്ഞത്. താങ്കൾ വേണമെങ്കിൽ പിന്നീടൊന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ മതി. പക്ഷേ നിങ്ങളൊരു പൊതു നിലപാടാണ്, പാനലിസ്റ്റുകളുടെ ഐഡൻറ്റിറ്റിയെ കടന്നാക്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെ രീതിയാണ്, നിങ്ങളത് തന്നെ പുലർത്തുകയുള്ളൂ. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഈ നേരത്തെ ഞാൻ കൈരളി ചർച്ച തന്നെ ഒരിക്കൽ ശരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ജൂൺ 4-ന് റിസൾട്ട് വന്നതിന് ശേഷം ആ ആഴ്ചയിലെ ദ വീക്കിൽ ഒരു ഇൻ്റർവ്യൂ, സുരേഷ് ഗോപിയുടെ കവർ സ്റ്റോറി ആയിട്ടുള്ള ഇൻ്റർവ്യൂ, അതിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് കിട്ടിയത് മുഴുവൻ അപ്പൊളിറ്റിക്കൽ വോട്ടുകളാണ്. അന്നൊന്നും എനിക്കതിൻ്റെ രഹസ്യം മനസ്സിലായില്ല. പലപ്പോഴും ഞാനത് ആലോചിച്ചിട്ടുമുണ്ട്. ഈ അപ്പൊളിറ്റിക്കൽ വോട്ടെന്നുള്ളതിൻ്റെ രഹസ്യമൊക്കെ ഇപ്പം പതുക്കെ പുറത്ത് വരികയാണ്. ഇതാണ് അപ്പൊളിറ്റിക്കൽ വോട്ടെന്ന് പറയുന്നത്, ഇങ്ങനെയാണ്. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞല്ലോ, 11 വോട്ടല്ലേ ഉള്ളൂ ഞങ്ങൾ കള്ളവോട്ട് ചെയ്തെങ്കിൽ, ബാക്കി ഭൂരിപക്ഷം കിടക്കുകയല്ലേ. പക്ഷേ ശ്രീ മുരളീധരൻ ഓരോ ദിവസവും
നിങ്ങൾ ചെയ്ത കള്ള വോട്ടുകളുടെ എണ്ണം വർദ്ധിച്ച് വരികയാണ്. ഇന്ന് ശ്രീ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞിട്ടുണ്ടേ, ദ ക്യൂവിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 40,000 കള്ള വോട്ടാണ് BJP അവിടെ ചെയ്തിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി. അതിൻ്റെ രേഖകൾ അദ്ദേഹത്തിന് കൈവശം ഉണ്ട് താനും. അപ്പം ഇത് ഇനി ഈ 40,000 കുറയ്ക്കേണ്ടി വരും മറ്റേ 75,000 നിന്ന്, ആ നിലയിലേക്ക് മാറും. അപ്പം നിങ്ങൾ ചെയ്ത ജനാധിപത്യ വിരുദ്ധത, ജനാധിപത്യ കശാപ്പ് കൂടുതൽ എക്സ്പോസ്ഡായി വരുന്നത് തെളിവുകൾ സഹിതമാണ്. വെറുതെ വർത്തമാനം പറഞ്ഞ് പോവുകയല്ല ചെയ്യുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം അങ്ങനെയാണ്. നിങ്ങൾ ബീഹാറിൽ 65 ലക്ഷം വോട്ട് മൊത്തത്തിൽ പറഞ്ഞ ശരത്ത് പറഞ്ഞ പോലെ 1 കോടിയോളം വോട്ടുകൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഡൽഹിയിൽ ദേശീയ പ്രതിപക്ഷം ഇന്നലെ കാണിച്ചത്. പിന്നെ പാർലമെൻറ്റിലും ഇന്നും അതാണല്ലോ നടത്തിയത്. ഇവിടെ പ്രശ്നങ്ങൾ മറ്റൊരു രൂപത്തിലാണ് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ മാനിപ്പുലേഷൻ ഓരോ ദിവസവും നിങ്ങൾ തന്നെ എക്സ്പോസ്ഡായി വരികയാണ്. അത് നിങ്ങളുടെ ഡിഫൻസ് വളരെ വീക്കാവുമ്പം അത് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുമുണ്ട്. അത് ഞങ്ങളെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ട ഇത് നിങ്ങളുടെ തന്നെ പ്രശ്നമാണ്. ജനാധിപത്യ കശാപ്പാണിത്. ശരി, നേരത്തെ താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആ നിലയിൽ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കൂടി ദൃശ്യങ്ങൾ സഹിതം പോകേണ്ടതുണ്ട്. വാർത്തകളൊന്ന് ജപ്തി ചെയ്യപ്പെട്ട ഫ്ളാറ്റിൽ പോലും വോട്ടർമാരെ കാട്ടി വോട്ട് രേഖപ്പെടുത്തുന്ന അവസ്ഥ. അവിടെയാണ് ഈ പറഞ്ഞ 2023 വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഈ റോൾ മാനുവൽ പ്രകാരമൊക്കെ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇനി പോകാതെ മറ്റൊരു പുതിയ വിവരത്തിലേക്കാണ് പോകുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൃശ്ശൂരിൽ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിലേക്ക് BJP പ്രവർത്തകരുടെ വരവ്, BJP അതിക്രമം, സംഘർഷം അവിടെ നിലനിൽക്കുന്നു. പോലീസിനെ കാണാം. ഇപ്പോൾ ശരത് ഓങ്ങല്ലൂർ ചേരുന്നുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ വോട്ടർ പട്ടികയിലെ വ്യാപക ക്രമക്കേട്, ഇരട്ട വോട്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒന്നൊന്നായി വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യമുണ്ട്. സുരേഷ് ഗോപിക്കെതിരെ പരാതി, ആ പരാതിയിൽ പോലീസ് അന്വേഷണം. ഇതേ തുടർന്ന് വൈകിട്ട് CPIM പ്രവർത്തകർ MP-യുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു, അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ട്. ഇത്രയുമൊക്കെ വാർത്തകളിൽ കണ്ടിരുന്നു. ശരത്ത്, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ CPIM-ന്റെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ ജാഥയായി എത്താൻ കാരണം ഈ സമരത്തെ തുടർന്നാണോ? അതിൽ പ്രകോപിതരായാണോ BJP പ്രവർത്തകരുടെ വരവ്? ശരത്ത്, ഇന്ന് വൈകിട്ട് നടന്നിട്ടുള്ള പ്രതിഷേധ സമരത്തിനടുത്ത് ഈ CPIM-ന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിനടുത്ത് ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഓഫീസിലെ മെയിൻ ബോർഡിന് മുകളിൽ കരിയോയിൽ ഒഴിച്ചിരുന്നു. ആ വ്യക്തി വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് താൻ സ്വന്തമായി ചെയ്താണ്, താൻ സ്വന്തം അശ്രദ്ധ ചെയ്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ഇത് CPIM-ന്റെ അടിസ്ഥാനത്തിൽ CPIM പ്രവർത്തകർ ചെയ്തതെന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ വളരെ സംഘടിതമായിക്കൊണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. മാർച്ചുമായി എത്തിയ ഉടനെ തന്നെ പ്രവർത്തകർ വലിയ രീതിയിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചും പ്രകോപനപരമായി പെരുമാറിക്കൊണ്ടുമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നടന്ന പ്രതിഷേധ യോഗം നടന്നു. പ്രതിഷേധ യോഗത്തിനിടയിൽ അതിതീവ്രമായ രീതിയിൽ ഈ പ്രകോപനപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചു. സ്വാഭാവികമായിട്ടും CPIM പ്രവർത്തകർ ഒത്തിരി സംഘടിച്ചിരുന്നു. ഇതറിഞ്ഞ് ശരത്ത് പറയുന്നത് പോലെ കാണുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം ഇതാണ്. തിരിഞ്ഞു പോയ പ്രവർത്തകർ വീണ്ടും പ്രകോപനപരമായി വരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും അക്രമകാരികളായി ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അവിടെ നിന്ന് കല്ലും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇപ്പുറത്തേക്ക് എറിയാൻ ശ്രമിക്കുന്നു. നടുക്ക് പോലീസ് ടീം അവരെ നിയന്ത്രണ വിധേയമാക്കാൻ നോക്കുന്നു. കുറച്ചു ദൂരം മടങ്ങി പോകുന്ന നേതാക്കൾ പറയുന്നതനുസരിച്ച് വീണ്ടും തിരിച്ച് ശക്തമായി തന്നെ വന്ന് ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ MG റോഡിലുള്ള CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഇത്തരത്തിൽ മാർച്ച് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM വളരെ വൈകാരികമായിട്ട് ഈ വിഷയം എടുക്കുമെന്നും ഇത്തരത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും BJP-യുടെ നേതൃത്വം പറഞ്ഞിട്ട് പോലും ജില്ലാ നേതൃത്വം അത് കേട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പ്രകോപനപരമായ ഇതിൽ ശരത്ത് 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ വളരെ ഗുരുതരമായ ഈ വിഷയങ്ങൾ, വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേട് നടന്നു എന്ന നിലയിലുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം ഉയരുകയും അതിൽ പരാതി വരികയും അന്വേഷണവും നടക്കുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥലം MP-യുടെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം സ്വാഭാവികമാണ്. അതിനിടയിൽ ഒരാൾ MP-യുടെ ഓഫീസ് എന്നെഴുതിയ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചു. നേരത്തെ ശരത്ത് അത് പറഞ്ഞു, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. അത് അയാൾ പറയുന്നു അയാളുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ ഭാഗമായി ചെയ്തതാണ്, നിലപാടിൻ്റെ ഭാഗമായി ചെയ്തതാണ്, അത് ഈ സമരവുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന സാഹചര്യവും ശരത്ത് പറയുന്നത് കേട്ടു. ഇവിടെ ഒരു പ്രധാന, അത് കഴിഞ്ഞപ്പോഴാണോ ഇപ്പോൾ ഈ BJP പ്രവർത്തകർ സംഘടിച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ, അതിൻ്റെ രീതിയും സ്വഭാവവും വേറെയാണ്. പാർട്ടി ഓഫീസിന് നേരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി വരിക, രാഷ്ട്രീയ എതിരാളികളുടെ ഓഫീസിന് നേരെ വരിക എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വഭാവം വേറെയാണ്. അപ്പുറത്ത് ഇതറിഞ്ഞാണോ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സംരക്ഷണം ഒരുക്കി CPIM പ്രവർത്തകരും എത്തിയിട്ടുള്ളത്?
ശരത്, തീർച്ചയായിട്ടും ഈ ഒരു സമരത്തെ തുടർന്നിട്ടാണ് ഇത്തരത്തിൽ വളരെ പ്രചോദനപരമായിട്ട് BJP പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ചെത്തിയത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തൃശൂർ റൗണ്ടിൽ നഗരമധ്യത്തിൽ തൃശൂർ റൗണ്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് പെട്ടെന്ന് പറഞ്ഞത് റൗണ്ടിനോട് സമീപത്തുള്ള MG റോഡിനടുത്തുള്ള CPM-ന്റെ മണ്ണത്തിലയിൽ നിന്നുള്ള CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചുമായി പോവുകയാണ് എന്ന രീതിയിലുള്ള അറിയിപ്പ് വരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇവിടേക്ക് സംഘടിച്ചെത്തുന്നു. അതിഭീകരമാകുന്ന രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ ഇവിടെ മുദ്രാവാക്യം വിളിച്ചും സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അപ്പുറത്ത് CPM-നുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത് വളരെ വൈകാരികമായിട്ടുള്ള സംഭവമാണ്. CPM പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ വൈകാരികതയുള്ള സ്ഥലമാണ്. അവർ പ്രതിഷേധവുമായി അപ്പുറത്ത് വന്നു. CPM പാർട്ടി ഓഫീസിന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി അവർ ഒത്തുവന്നു. ഈ ഒരു സമയത്തായിരുന്നു ഇത്തരത്തിൽ ഒത്തുവന്നു. എന്നിട്ട് ഇതിനുശേഷം നടന്ന പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചതും ഏറെ പ്രകോപനപരമായിട്ട് കൊണ്ട് തന്നെയായിരുന്നു. ഈ പ്രകടനം വിളികൾക്ക് ശേഷം ഈ പ്രകടനത്തിന് ശേഷം ഈ യോഗം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും CPM പ്രവർത്തകരെ പ്രകോപിപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും കല്ലെറുകയും പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എറിയുകയും ചെയ്ത് സ്വാഭാവികമായിട്ടും CPM പ്രവർത്തകർ അപ്പുറത്ത് നിന്നിരുന്നു. അവരെ സംബന്ധിച്ച് അവർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംരക്ഷണം ഒരുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അവർ അതിവൈകാരികമായി തന്നെ അവരും എടുത്തു. അവർ വലിയ പ്രതിഷേധവുമായി ഇങ്ങോട്ട് വന്നു. പ്രതിഷേധവുമായി വന്നതോടുകൂടി പോലീസ് ഏറെ പണിപെട്ടാണ് രണ്ടു കൂട്ടരെയും ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് സമാധാനപരമായ കാര്യങ്ങൾ. ഒരു ഭാഗത്ത് CPM പ്രവർത്തകരും ഒരു ഭാഗത്ത് BJP പ്രവർത്തകരും നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ശരത്, ശരി, ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതലായി വരികയും ചെയ്യാം. അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ വാർത്താ സംഘമുണ്ട്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് പ്രകോപന മുദ്രാവാക്യങ്ങളുമായി BJP പ്രവർത്തകർ എത്തിയത്. പോലീസ് അവരെ തടഞ്ഞിരിക്കുന്നു. അപ്പുറത്ത് CPM പ്രവർത്തകരും ഇതറിഞ്ഞ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ തൃശ്ശൂരിലെ നഗരത്തിലെ ഒരു സാഹചര്യം. അക്കാര്യങ്ങളാണ് ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചത്. ജിതിൻ, മുൻമന്ത്രി BJP നേതാവ് V മുരളീധരൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ആളുകളുടെ മനസ്സിൽ വല്ലാതെ കൃത്യമായി നിൽക്കുന്നുണ്ട്. കള്ളവോട്ട് കഴിഞ്ഞാലും ജയിക്കാനുള്ള വോട്ട് ഞങ്ങൾക്കുണ്ടല്ലോ. ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ വരുന്നതെങ്കിൽ സ്വാഭാവികമായി നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ഒന്നും മിണ്ടാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ അതിനകത്തുകൂടി കള്ളവോട്ട് എന്ന് പറയുന്നതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ കൈരളിയുടെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. കുറച്ചു മുമ്പ് നിങ്ങൾ ശ്രീ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി. ബിബിൻ എന്ന് പറയുന്ന DYFI പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ ഓഫീസിൻ്റെ ബോർഡിൽ കരിയോലൊഴിച്ചു. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിൽ നിന്ന് CPM-ന്റെ നേതാക്കന്മാർ ഇടപെട്ട് ബലമായി പിടിച്ചിറക്കിക്കൊണ്ട് അദ്ദേഹത്തെ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് അത് ഞങ്ങളുമായി ബന്ധമൊന്നുമില്ല, ഞാൻ വ്യക്തിപരമായി ചെയ്തതാണ്. സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധമുണ്ടാകും. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് CPM-ന്റെ ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് BJP-യുടെ ആൾക്കാർ പ്രകടനം നടത്തിയത്. അവിടെ നിന്ന് വ്യാപകമായ രീതിയിൽ തിരിച്ച് ഗോഘോവിളി ഉണ്ടായപ്പോൾ തിരിച്ച് പ്രതിരോധിച്ചു. ഈ ജനകീയ പ്രതിരോധം എന്നൊക്കെ പറയുന്നത് CPM-ന് മാത്രം അവകാശപ്പെട്ടതല്ല. കിട്ടിയത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന പതിവുള്ള പാർട്ടിയുമല്ല ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് അത് ഞാനൊന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ എന്താ നടക്കുന്നത്? നിങ്ങൾ മനഃപൂർവ്വമായി കുറച്ച് മാധ്യമപ്രവർത്തകരുടെ സഹായത്തോടെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. BJP കേരളത്തിൽ ജയിച്ചത് ഇത്തരത്തിൽ വിരട്ട വോട്ട് കൊണ്ടും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കള്ള വോട്ട് കൊണ്ടുമാണ് എന്ന തരത്തിൽ. എങ്ങനെയാണ് ഒരു വോട്ട് കള്ളവോട്ടാവുന്നത്? ഒരു വോട്ടുള്ള ഒരാൾ, 2 സ്ഥലങ്ങളിലൂടെ വോട്ടുള്ള ഒരാൾ 2 സ്ഥലങ്ങളിലും വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് അത് കള്ളവോട്ടായി മാറുന്നത്. ഇപ്പോൾ ശ്രീ KS അരുൺകുമാർ ഒരു മുൻകൂർ ജാമ്യവും കൂടി എടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലും BJP ഇത് തന്നെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. ഓഗസ്റ്റ് മാസം 7-ാം തീയതി ശ്രീ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്നതിന് തൊട്ടു മുമ്പ് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിച്ച് ഈ സംസ്ഥാന വ്യാപകമായി 2,76,000-ഓളം ഇരട്ട വോട്ടുകളുണ്ട് എന്ന് ഡേറ്റ സഹിതം അദ്ദേഹം അവിടെ കാണിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭീമാപ്പള്ളിയിൽ നിജപ്പെടുത്തിയ ജനസംഖ്യ 9,300 പരം. അവിടുത്തെ ചേർത്തിരിക്കുന്ന വോട്ട് 16,000-ന് മുകളിൽ. ഇതേപോലെ ഓരോ വാർഡും അദ്ദേഹം കാണിച്ചു, ഇരട്ട വോട്ടുകളെല്ലാം കാണിച്ചു. ഇത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഇലക്ഷനും കഴിഞ്ഞ് എല്ലാ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കിടന്ന് പുലമ്പതിൽ വല്ല അർത്ഥമുണ്ടോ? ഒരു കാര്യം ശ്രീ KS അരുൺകുമാർ അങ്ങയോടുള്ള ബഹുമാനം നിർത്തിക്കൊണ്ട് പറയട്ടെ, അങ്ങ് ഈ VS സുനിൽകുമാർ എന്ന് പറയുന്ന നിങ്ങളുടെ സഖ്യകക്ഷിയുടെ സ്ഥാനാർത്ഥിയെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളുടെ ഹീറോ VS സുനിൽകുമാർ തോറ്റുപോയി. അദ്ദേഹം ഇനി എത്ര കടന്ന് കരഞ്ഞാലും അത് ജയമായി മാറാൻ പോകുന്നില്ല. വേണമെങ്കിൽ പണ്ട് ക്യൂബ മുകുന്ദൻ അറബിക്കഥയിൽ ചെയ്തതുപോലെ ഏതെങ്കിലും ബാത്റൂമിൽ കയറി 4 ഈങ്കുലാബ് വിളിച്ച് അദ്ദേഹത്തിന്റെ വിഷമം തീർക്കാം. നിങ്ങളുടെ ഹീറോ തോറ്റു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത ചർച്ചകൾ ജിതിൻ, ഈ മലപ്പുറം ജില്ലക്കാരനായ BJP-യുടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വാര്യർ തന്നെയാണ് പറഞ്ഞത്. സംസ്ഥാന വൈസ് പ്രസിഡന്റായ നേരത്തെ ഈ ചർച്ചയിൽ അരുൺ പറഞ്ഞ V ഉണ്ണികൃഷ്ണൻ
ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണെന്നാണ് തോന്നുന്നത്. മലപ്പുറം ജില്ലക്കാരനായ അദ്ദേഹം വോട്ട് ചെയ്തത് പൂങ്കുന്നത്താണ് എന്ന് പറയുന്നത്. അദ്ദേഹം പല ജില്ലകളുടെ ചുമതലക്കാരനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് സ്പെഷ്യലായി എങ്ങനെയാണ് മലപ്പുറത്തുകാരൻ അവിടെ വോട്ട് ചെയ്യുന്നത്? തൃശ്ശൂർ വലിയ ചർച്ചയായിട്ടുണ്ടത്. ഒരു കേസ് മാത്രമാണ് ഞാൻ പറയാം, ഒരേ ഒരു കേസ്. തൃശ്ശൂർ ഇലക്ഷന്റെ ചാർജുമായി കഴിഞ്ഞ 2 വർഷക്കാലമായി തൃശ്ശൂർ ഇലക്ഷന്റെ ചാർജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2.5 വർഷക്കാലമായി തൃശ്ശൂർ വീടെടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ് ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹം തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ഇലക്ഷന്റെ ചാർജാണ്. ഞങ്ങൾ മേഖലാ ചുമതലക്കാരനാണെന്നാണ് പറയുന്നത്. പണ്ട് വിവിധ ജില്ലകളുടെ ചുമതലക്കാരനാണ് എന്ന് പറയുന്നു. 3 ജില്ലകളുടെ ചുമതലക്കാരനാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഈ 3 ജില്ലകളുടെ ചുമതലക്കാരനാണ് എന്ന് ചർച്ചകളിൽ നേതാക്കൾ പറയുന്നു. ചാർജുകാരാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന സമയത്ത് സന്ദീപ് വാര്യർ തന്നെയാണ് പറഞ്ഞത്. നന്നായി നിങ്ങളെ അറിയാവുന്നയാള്. ഞാനൊരു ചർച്ചയിൽ കണ്ടതാണ്. സമയത്ത് എന്റെ സ്വന്തം വാർഡിൽ ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്ത് എന്റെ സ്വന്തം വാർഡ് ഓച്ചിറ പഞ്ചായത്ത് 7ാം വാർഡിൽ 93 വോട്ട് ഞങ്ങളുടെ ഇലക്ട്രൽ വേറെ കാര്യം. നിങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ തൃശ്ശൂരിലേക്ക് ആൾക്കാർ മരണപ്പെട്ടവർ ആൾക്കാർ ഇത് സ്ഥിരതാമസക്കാരാണെന്ന വ്യാജേന ആളെ എന്തിനു കുത്തി നിറച്ചു? ആ ചോദ്യത്തിന് ഉത്തരമല്ല. ഈ സമയങ്ങളിൽ ജനങ്ങളുമായി ഒരു ബന്ധമില്ലാതെ മാറിയിരിക്കുന്നു. തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരെന്ന വ്യാജേന BJP നേതാക്കൾ, ബന്ധുക്കൾ, ആശ്രിതർ ഇങ്ങനെ ആളുകളെ വലിയ തോതിൽ കൊണ്ട് ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നോ BJP? അത് കൂടുതൽ ബലപ്പെടുന്ന പ്രകടമാകുന്ന സാഹചര്യമാണോ നമ്മുടെ മുമ്പിലുള്ളത്? പിന്നെ മുമ്പ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. എന്താണ് മറുപടി? അല്ല, ഇവിടെ ഈ ചർച്ചയിൽ ഓരോ ന്യായീകരണം ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും ഈ വിഷയത്തിൽ ഉള്ള കൂടുതൽ അവരുടെ ഗൂഢാലോചന വെളിപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വോട്ട് 2 നിയമസഭാ മണ്ഡലത്തിലോ അല്ലെങ്കിൽ 2 പഞ്ചായത്തിലോ ഉള്ള ഒറ്റപ്പെട്ട സാഹചര്യത്തെയാണോ ഒരു ഫ്ലാറ്റിൽ ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ 9 വോട്ടുകൾ കൊണ്ടുവന്ന് ചേർക്കുക, വ്യാപകമായി മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് വ്യാപകമായി വലിയ എണ്ണം വോട്ട് ചേർക്കുക, അതിന്റെ കണക്കുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതലയായിട്ട് വരുന്നവർക്കൊക്കെ വോട്ട് ചേർക്കാമെങ്കിൽ എത്രയോ ഈ രാജ്യത്തെ നേതാക്കന്മാർ എത്രയോ മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കേണ്ടി വരും. പല നേതാക്കൾ അല്ല, ഞാൻ പറയട്ടെ അല്ല, ഈ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട. കൃത്യമായി ഇവിടെ അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ചുമതലയായിട്ട് തൃശ്ശൂർ വന്നപ്പോ മലപ്പുറത്ത് അപ്പൊ അങ്ങനെ തെരഞ്ഞെടുപ്പ് ചുമതലയും മണ്ഡലത്തിന്റെ ചുമതലയും എടുക്കുന്ന എത്രയോ പേരുണ്ട്. ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു, എത്രയോ നേതാക്കന്മാർ, ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്രയോ നേതാക്കന്മാർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ചുമതല എടുത്തു. അവരൊക്കെ അവിടെ വോട്ട് ചേർത്താൽ മതിയല്ലോ. അങ്ങനെ അപ്പൊ ജനാധിപത്യത്തെ തകർക്കാൻ എന്തു മാർഗവും സ്വീകരിക്കുക. ചെറിയ സംസ്ഥാനങ്ങളിൽ പോലും ഇവർ 8 ഘട്ടം 10 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തും. ചെറിയ സംസ്ഥാനങ്ങളിൽ പോലും എന്തിനാണ് ഈ 8 ഘട്ടം 10 ഘട്ടം? ഈ രാജ്യത്തിന് പോലീസോ പട്ടാളോ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരോ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഈ 8 ഘട്ടം 10 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണേ. ഇവിടെ വോട്ട് ചെയ്തവർക്ക് തന്നെ ഉണ്ട് അപ്പുറ ബൂത്തിലും അപ്പുറ ജില്ലയിലും അടുത്ത ജില്ലയിലും ഒക്കെ. അപ്പൊ പലതരത്തിൽ ജനാധിപത്യം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ലിസ്റ്റ് BJP കൊടുക്കും. അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കും. അങ്ങനെ നമ്മൾ കണ്ടില്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന് 10 ഘട്ടം. ഇതിനു മുമ്പെല്ലാം അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഒരു സംസ്ഥാനത്തിൽ തന്നെ നിരവധി തവണയായിട്ടാണ് അടുത്തടുത്ത ജില്ലകളിൽ പോലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇവർക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കാതെ വോട്ടർ പട്ടിക കുംഭകോണത്തിലൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാതെ ഈ ഇന്ത്യയിൽ ഇനി തുടരാൻ കഴിയില്ല, കേരളത്തിൽ നില മെച്ചപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തെളിവുകൾ പുറത്തു വരട്ടെ, ശക്തമായിട്ട് അന്വേഷണം നടക്കട്ടെ, കോടതിയും ഇടപെടട്ടെ. ഇത്തരത്തിൽ ഉള്ള അധാർമിക പ്രവർത്തനം നടത്തുന്ന ഭരണഘടനയെയും ഒരാൾക്കും ജനാധിപത്യത്തിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യം വരും. ജിതിൻ പറഞ്ഞതാണ്. അതിനെ നിങ്ങൾ ചോദ്യം ചെയ്താൽ നിങ്ങളുടെ ഒന്നും വേണ്ട, കരിയോലൊഴിച്ചാൽ വരും. അല്ല, അസഹിഷ്ണുതയുള്ളവരുണ്ടല്ലോ. 30 സീറ്റ് 30 സീറ്റ് പിടിച്ച് കേരളം ഭരിക്കാൻ നടന്നവരാ. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ആ നേമത്തെ അക്കൗണ്ട് പൂട്ടെന്ന് പറഞ്ഞോടുകൂടി പൂട്ടി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖ ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമായിട്ടും എന്തുകൊണ്ട് ഇവിടെ ഈ ഒരു വട്ടപൂജ്യത്തിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നാൽ അതിശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതൊക്കെ കയ്യിലിരുന്നാൽ മതി BJPയുടെ. ശ്രീ ജയചന്ദ്രൻ, ഏതായാലും ഈ തൃശ്ശൂരിലെ അനുഭവം കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ BJPയെ കുറിച്ചുള്ളൊരു പുതിയ ആലോചനയ്ക്ക് വളരെ ദീർഘമായി കൊണ്ടുപോകാനല്ല, ഒരു വഴി തുറക്കുന്നു എന്നുകൂടി കരുതുന്നുണ്ടോ താങ്കൾ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാനത് പറഞ്ഞോളാം. ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് പറയുന്നത് ഒരു സംശയമില്ലാതെ അടിവരയിട്ട് പറയാം, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. സ്ഥലത്തെ ഇവർ കുപ്രസിദ്ധി നേടിയവരാണ്. സുപ്രീം കോടതിയാണ് പറഞ്ഞത്, നമ്മളാരുമല്ല, സാധാരണ പൗരന്മാരായ നമ്മളാരും പറഞ്ഞതല്ല. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി പറഞ്ഞതാണ് ഭരണഘടനാ വിരുദ്ധതയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കാണിച്ചതെന്ന്. അവരുടെ നേതൃത്വത്തിലാണ് യജമാന ഭക്തി കാണിക്കുന്നത്. അവർ ഏറ്റവും വലിയ തിരിമറിക്ക് കൂട്ടുനിൽക്കുകയും അതിന് പിന്നെ അനുസ്യൂതം അതിന് ന്യായീകരണം ചമയ്ക്കുകയും ഇപ്പോൾ അതിനെ വിമർശിക്കുന്നവർ തെളിവ് കൊണ്ടുവരട്ടെ, അങ്ങനെ തെളിവ് കൊണ്ടുവന്നാൽ മാത്രമേ അത് പരിഗണിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിലുള്ള വീണ്ടും രാഷ്ട്രീയ ദാസ്യം എന്ന് പറഞ്ഞാൽ പോരാ, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്, യജമാനന്റെ സ്വരം അതേപോലെ പുറപ്പെടുവിക്കുന്ന ഒരു സംഘമായി മാറിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതാണ് ഏറ്റവും വലിയ അപകടമായി ഇപ്പം മുമ്പിൽ നിൽക്കുന്നത്. ജനങ്ങൾ പക്ഷേ ഒറ്റക്കെട്ടായി ഉയർന്നു തന്നെ വരും ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചർച്ചയിൽ ശരി. ജനാധിപത്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ വോട്ടെടുപ്പുകൾ സുതാര്യവും സത്യസന്ധവും ജനാധിപത്യപരവുമാകണം. അതിന് ഏറ്റവും പ്രധാനം അത് വോട്ടർ പട്ടികയാണ്. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ പലതരത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണക്കാക്കി ഒരു തരത്തിൽ നീങ്ങുക, 2025 മുതൽ അതിനെ കുറെ കൂടി വോട്ടർമാരെ ഇല്ലാതാക്കും വിധത്തിലേക്ക് മാറ്റി തീർക്കുക, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വ്യാപകമായി വോട്ടു ചേർക്കാൻ കഴിയും വിധത്തിലേക്ക് വളരെ ഉദാരമായ നിയമ ഭേദഗതി കൊണ്ടുവരിക. ഇതെല്ലാം ഇപ്പോൾ ഈ ചർച്ചയുടെ അവസാനം സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ മോദി സർക്കാരും BJPയും വലിയ തോതിൽ ചോദ്യങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന സാഹചര്യമാണ്. അത് കുറെ കൂടി തീവ്രമാക്കാൻ തൃശ്ശൂരിലെ അനുഭവം കൂടി മലയാളിക്ക് മുൻപിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെയധികം നന്ദി എല്ലാവർക്കും സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.